അധികം മുഖവുര പറഞ്ഞ് ഞാന് നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവവചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധ. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യമാണ് ഇന്നത്തെ വചന ചിന്തയ്ക്കായി ഞാന് വായിക്കുന്ന വാക്യം. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. മറ്റൊരു വേർഷനിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും ചെയ്യുവാൻ കഴിയും. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കണം. കാരണം പരിശുദ്ധാത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മോട് പരിശുദ്ധാത്മാവ് സംസാരിക്കട്ടെ. ഞാൻ സെറ്ററൊക്കെ ഇട്ടിരിക്കുന്നത് വയനാട്ടിൽ അല്പം തണുപ്പ് കൂടുതലാണ് ഈ 2-3 ദിവസമായിട്ട്, അതുകൊണ്ടാണ്. ഓക്കെ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. ഇവിടെ ഞാൻ ശക്തനാകുകയല്ല, മറിച്ച് എന്നെ ശക്തനാക്കുകയാണ്. ഞാൻ ശക്തനായാൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞാൻ തളരും. ഏതൊരു പ്രതിസന്ധിയിലും എനിക്ക് ജയിക്കുവാൻ കഴിയും. ഈ ദിവസങ്ങളായിട്ട് എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു വാക്യമാണ് ഇത്. ഒത്തിരി പ്രാവശ്യം ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ കാലഘട്ടത്തിന് കൊടുക്കേണ്ടുന്ന മെസ്സേജ് ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ തുടങ്ങാം. ഈ മെസ്സേജ് ആർക്കാണ് പ്രയോജനപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, കഷ്ടതയുടെ ആധിക്യം തളർത്തിയവർ, ജീവിതത്തിൽ ഒത്തിരി ചോദ്യചിഹ്നങ്ങളുമായി കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നവർ, ചില മേഖലകളെയെല്ലാം നോക്കി ഇത് അവസാനിച്ചു, ഇനി എങ്ങനെ മുൻപോട്ട് ചുവട് വെക്കും എന്ന് ചിന്തിച്ചവർ, പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ. ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ലൈവ് മറ്റ് ഓൺ സ്റ്റേജുകളിലെല്ലാം മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദമാണ് പ്രതിസന്ധികളില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച്. പ്രതിസന്ധികളില്ലാത്ത ഒരു ലോകം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള മെസ്സേജുകളെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ അത് നമുക്ക് ആഗ്രഹമാണ്. കാരണം ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ നമ്മളെല്ലാം തളർന്നിരിക്കുന്നവരാണ്. പല വിഷയങ്ങളുടെ മധ്യേയും ക്ഷീണിച്ചിരിക്കുന്നവരാണ്. ഒന്ന് നമ്മുടെ ആത്മീയ വിഷയങ്ങളെ ഓർത്ത്, നമ്മുടെ തലമുറകളെ ഓർത്ത്, നമ്മുടെ സഭയിലെ ആത്മീയ അധപ്പതനത്തെ ഓർത്ത്, പല കുടുംബ ജീവിതങ്ങളിലെ അല്ലെങ്കിൽ പല ശുശ്രൂഷകന്മാരുടെയും ജീവിത തകർച്ചകളെ ഓർത്ത്, ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലെല്ലാം ഭാരപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ശബ്ദം എന്താണ്? കർത്താവിനോട് കൂടുതൽ അടുത്താൽ, കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചാൽ പിന്നെ നിങ്ങൾക്ക് കഷ്ടതയില്ല, ഇനി വേദനയില്ല, പ്രതിസന്ധിയില്ല എന്നുള്ള വാർത്ത. പക്ഷെ ഇത് നമ്മെ ഗുണത്തെക്കാൾ ഏറെ ദോഷമായി നമുക്ക് ഭാവിക്കുകയാണ്. കാരണം കേൾക്കുന്ന വചനം ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മറ്റൊന്ന്. എന്നാൽ ഇന്ന് രാത്രി എനിക്ക് നിങ്ങൾക്ക് കൈമാറാനുള്ള വിഷയം, ഞാൻ ഈ മെസ്സേജിന്റെ ഒരു ടോപ്പിക്ക്, ഒരു തലവാചകം ഞാൻ കൊടുക്കുന്നത്, പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും മേൽ സഞ്ചരിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതമല്ല, പ്രതിസന്ധി ഇല്ലാത്ത ഒരു ജീവിതമല്ല. ഇതൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഭക്തന്റെ ജീവിതത്തിൽ എന്നും പ്രതിസന്ധി ഉണ്ടാകുമെന്നും, ഭക്തന്റെ ജീവിതത്തിൽ എന്നും ഞെരുക്കങ്ങൾ ഉണ്ടാകുമെന്നും, അതിനെ ജയിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഭക്തനെന്നും തിരിച്ചറിയുവാൻ ഇന്ന് രാത്രി നമ്മൾ സമയത്തെ വേർതിരിക്കുകയാണ്. നമുക്കറിയാം, ആത്മീയ ലോകം എന്നുള്ളത് വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമയമാണല്ലേ. പരിണിത ഫലമായി അടുത്ത തലത്തിൽ, ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ നമുക്ക് എത്തുവാനായിട്ട് കഴിയുന്നില്ല. നമ്മിലേക്കൊന്ന് നോക്കിയാൽ, നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കിയാൽ, നാം ആരാധിക്കുന്ന ദൈവസഭകളിലേക്ക് നോക്കിയാൽ, നമുക്ക് ആഗ്രഹിക്കത്തക്കവണ്ണം അല്ലെങ്കിൽ അഭിമാനിക്കത്തക്കവണ്ണം അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുന്ന നിലയിൽ ഒരു അന്തരീക്ഷമല്ല നമ്മൾ ഈ നാളുകളിൽ ഫേസ് ചെയ്യുന്നത്, അല്ലെ? നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ശൂന്യത വന്നതുപോലെ. ഇത് ആർക്കാ തിരിച്ചറിയുന്നതെന്നറിയാവോ? ഈ കാലഘട്ടത്തിൽ ഒരു ഉണർവിന് വേണ്ടി ആഗ്രഹിക്കുകയും, ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനാ മുറിക്കകത്ത് വേഴാമ്പലിനെ പോലെ
ഈ കാലഘട്ടത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ ഒരുക്കണമേ, ഈ കാലഘട്ടത്തിൽ ദൈവസഭകളെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന തന്റെ ജനത്തിന് ബോധ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ നമുക്ക് എത്തപ്പെടുവാനായിട്ട് കഴിയുന്നില്ല. നമുക്ക് ആഗ്രഹമുണ്ട്, ആഗ്രഹമില്ലാത്തവരാരാ ഉള്ളത്? ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്ക് ആ തലത്തിലേക്ക് എത്തുവാൻ കഴിയുന്നില്ല. സ്തോത്രം. ഇതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, അന്ത്യകാലത്തെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുക, ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. അപ്പോൾ അന്ത്യകാലത്തെ ദുർഘട സമയം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അതൊരു മറ്റൊരു വിഷയമാണെങ്കിൽ പോലും നമ്മള് ഈ ഗട്ടറുള്ള റോട്ടിലൂടെ പോകുന്ന ഒരു ദുർഘടമായിരിക്കാം നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ ഒരാത്മീയനെ സംബന്ധിച്ച് അന്ത്യകാലത്തെ ദുർഘട സമയം എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞ പോയിന്റാണ് എന്ന് പറഞ്ഞ, നമുക്ക് ആഗ്രഹമുണ്ട്, ആഗ്രഹിക്കുന്ന തലത്തിൽ നമുക്ക് എത്തപ്പെടാനായിട്ട് പറ്റുന്നില്ല. ആരാധിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ആരാധിക്കാൻ കഴിയുന്നില്ല. പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, പ്രാർത്ഥിക്കാൻ ആഗ്രഹമില്ലാത്ത ആരാ ഉള്ളത്? ഞാൻ എന്റെ ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹിക്കുന്ന, ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ആദ്യം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്നറിയാവോ? കർത്താവേ, എന്നെ ഒരു പ്രവാചകനാക്കി മാറ്റണേ എന്ന്. ആമേൻ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടമുണ്ട് പ്രവചന ശുശ്രൂഷ? ഇഷ്ടം ഉണ്ടെങ്കിൽ അതേ ഉള്ളൂ, അല്ലെ? സ്തോത്രം. അപ്പോ എന്നെ ഒരു പ്രവാചകനാക്കി മാറ്റണേ. ഞാനപ്പോ ദൈവത്തോട് പറയും, കർത്താവേ, എന്നെ ഒരു പ്രവാചകനാക്കണം. മണിക്കൂറുകൾ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ, എന്നെ ആ നിലയിലേക്ക് എന്നെ എത്തിക്കണം. അപ്പൊ ശുശ്രൂഷകളൊക്കെ ദൈവം തന്ന് ശുശ്രൂഷകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ, നീ പ്രവാചകനായാൽ നീ ഒരു പ്രവചന ശുശ്രൂഷ മാത്രമേ നിനക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രവചന ശുശ്രൂഷ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ മറ്റൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രവചനമല്ലല്ലോ ആവശ്യം. നമ്മുടെ ദൈവവചനത്തിൽ പറയുന്നത് പോലെ ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന ദൈവസഭയിൽ ഞാൻ കൃപാവരങ്ങൾ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കർത്താവിന്റെ രണ്ടാം വരവ് പഠിപ്പിച്ചുകൊണ്ട് വിവിധ സെഷനുകളായിട്ട് അത് പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ആമേൻ, സ്തോത്രം. കർത്താവിന്റെ ഗിരിപ്രഭാഷണം, അത് സത്യം പറഞ്ഞാൽ കർത്താവിന്റെ ഗിരിപ്രഭാഷണം പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ആമേൻ, സ്തോത്രം, 2 പോവാ. അതിലൊരു വാക്യം 7 മാസം പഠിപ്പിച്ചൊരു വാക്യം ഏതാണെന്നറിയാവോ? സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് നിനക്ക് ഓർമ്മ വന്നാൽ, യാഗവസ്തു ഓർമ്മ വന്നിടത്ത് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ യാഗപീഠത്തിന്റെ അടുത്ത് വെച്ചിട്ട് നീ എന്ത് ചെയ്യണം? ഒന്നാമത് ചെന്ന് എന്നെ കേൾക്കുന്ന ദൈവജനം, എനിക്ക് തോന്നുന്നു ശുശ്രൂഷകന്മാരും ഉണ്ടെന്ന് ഞാൻ കരുതുകയാണ്. ആമേൻ, സ്തോത്രം. ഞാൻ ആദ്യമൊക്കെ ചിന്തിച്ചത്, ഇങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ എടുത്ത് ശുശ്രൂഷിച്ചാൽ ജനത്തിന് അത് ബോറടിക്കും, അല്ലെങ്കിൽ ജനത്തിന് അത് ഇഷ്ടപ്പെടില്ല. അപ്പം ജനത്തിന് ഇഷ്ടപ്പെട്ടത് കൊടുക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ എന്റെ ലക്ഷ്യം. പക്ഷേ ഈ വാക്യം പഠിപ്പിക്കുന്നതിനനുസരിച്ച് ഇതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ ദൈവസഭ, എനിക്ക് തോന്നുന്നു ഞാൻ ശുശ്രൂഷിക്കുന്ന ദൈവസഭയിൽ 1-2 പേര് ഇതിൽ കയറിയിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. ഈ ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് നയിക്കപ്പെടും തോറും ആമേൻ, സ്തോത്രം, അത് മധുരമുള്ളതായിട്ട് തോന്നി. എന്ന് പറഞ്ഞാൽ ജനത്തിന് ഒരു ഇഷ്ടക്കേട് ഉണ്ടാകുന്നതിനേക്കാൾ അപ്പുറമായിട്ട് എന്റെ ജീവിതത്തിലെ തകർച്ച കാണാനുള്ള ഒരു നല്ലൊരു കണ്ണാടിയായിട്ട് ഈ ഒരു വാക്യം അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ വിചാരിച്ചു അടുത്ത ആഴ്ച ആള് കുറവായിരിക്കും, പിറ്റത്തെ ആഴ്ച ആള് കുറവായിരിക്കും. പക്ഷേ ദിവസങ്ങൾ കഴിയും തോറും ഇങ്ങനെയുള്ള വാക്യങ്ങൾ അവരുടെ അകത്ത് പതിച്ചിട്ട്, ആമേൻ, സ്തോത്രം, ഉപവാസ പ്രാർത്ഥനയ്ക്കെല്ലാം ആളുകൾ കൂടി വരാൻ തുടങ്ങി. ആമേൻ, സ്തോത്രം. 3-4 പേര് പങ്കെടുത്തുകൊണ്ടിരുന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഇപ്പോൾ 35, 40, 45 പേര്. ഞാൻ സൂക്ഷിക്കുന്ന സഭയിൽ ഒരു 130ഓളം ആളുകളുണ്ട്. എന്നാൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ ഒരു 35, 40, 50 പേരോളം, ചില സന്ദർഭങ്ങളിൽ 50 പേരോളം ഒക്കെ ആമീൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങി. കാരണം എന്താണെന്നറിയാവോ? ഈ ദൈവവചനത്തിന്റെ ആഴം ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കകത്ത് കൊടുക്കേണ്ട ദൈവവചനം. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ ശുശ്രൂഷകന്മാരോട് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, നമ്മളെപ്പോഴും ഈ ദാവീദും ഗോലിയാത്തൊക്കെ പ്രസംഗിച്ച് നമ്മൾ ഈ വിശ്വാസികളുടെ കയ്യിൽ ഈ കവണയും കല്ലൊന്നും കൊടുക്കാതെ, എന്ന് പറഞ്ഞാൽ പഴയ നിയമം വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, നിങ്ങൾ ഇനി അങ്ങനെ ചിത്രീകരിക്കരുത്. നമുക്ക് പഴയ നിയമം ആവശ്യമാണ്,
സ്തോത്രം. നിങ്ങൾ സ്തോത്രം, ഈ കവണയും കല്ലും കൊടുത്ത് അവരെ വീണ്ടും യുദ്ധത്തിന് വിടാതെ സ്തോത്രം, ഈ കാലഘട്ടത്തിൽ നിത്യതയിൽ പോകാൻ തടസ്സമായിട്ട് ജനത്തിന്റെ ഉള്ളിലിരിക്കുന്ന ജഡത്തിന്റെ പ്രവർത്തികൾ അവരുടെ അകത്തുനിന്ന് പോകുന്ന നിലയിൽ അങ്ങനെയുള്ള നിലവാരത്തിലുള്ള ക്ലാസ്സുകൾ ദൈവസഭയ്ക്കകത്തുണ്ടാകണം, പ്രസംഗങ്ങൾ ഉണ്ടാകണം. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ പ്രസംഗങ്ങൾ ഉണ്ടാകണം. എങ്ങനെയുള്ള പ്രസംഗങ്ങളാ? ജനത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന പ്രസംഗങ്ങൾ. ഞാൻ വായിച്ച വാക്യമുണ്ടല്ലോ, വായിച്ച വാക്യം എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന ആ ക്ലാസിന്റെ ആരംഭത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, സഹോദരൻ നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് നിനക്ക് ഓർമ്മ വന്നാൽ യാഗപീഠത്തിനരികെ യാഗവസ്തു വെച്ചേച്ച് ഒന്നാമത് അതൊരു ഭയങ്കര ഒരു മർമ്മമാണ്. ആരാധനയല്ല ഒന്നാമത് നിരപ്പിന്റെ ശുശ്രൂഷയാ. സ്തോത്രം. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ടെന്ന് അറിയില്ല. ഞാന് സത്യം പറഞ്ഞാൽ ഈ സൂം മീറ്റിങ്ങിലൊന്നും അധികം മെസ്സേജുകൾ ഞാൻ കൊടുക്കാറില്ല. കാരണം എനിക്ക് ഒരു തൃപ്തിയാകില്ല ഈ സൂമിലൊന്നും പ്രസംഗിച്ച് എന്ന് പറഞ്ഞാൽ എന്റെ അകത്ത് ദൈവം തന്ന ആ വചനം അങ്ങ് അവതരിപ്പിക്കാനുള്ള ഒരു അസ്വസ്ഥത കൊണ്ട് സ്തോത്രം, ഞാൻ അങ്ങനെ എങ്കിലും ഞാൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മീറ്റിങ്ങുകളിലെല്ലാം പ്രസംഗിക്കാറുണ്ട്. അല്ലാത്ത വേദികളിലെല്ലാം ഞാൻ ഈ കാലഘട്ടത്തിൽ, കാരണം ഇനി എന്നെ വിളിച്ചില്ലെങ്കിലും വേണ്ടില്ല, ദൈവവചനം അവരുടെ അകത്ത് സ്തോത്രം പെയ്തിറങ്ങുന്ന നിലയിൽ, എന്ന് പറഞ്ഞാൽ വിത്തൊക്കെ പാകി, എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ പയറുമണി നടുന്നത് എങ്ങനെയാ എന്ന് പറഞ്ഞാൽ മണ്ണ് മാറ്റി അതിന്റെ അകത്ത് വിത്ത് വെച്ചാനന്തരം അതിനെ മണ്ണിട്ട് മൂടുന്നത് പോലെ ദൈവവചനം ജനത്തിന്റെ ഹൃദയത്തിനകത്ത് പാകണം. വെറുതെ വിതച്ചിട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. അത് പാകി മണ്ണിട്ട് സ്തോത്രം നിരപ്പിച്ചാനന്തരം പ്രാർത്ഥിക്കണം, കർത്താവേ ഈ ജനത്തിന്റെ അകത്തളത്തിൽ ഈ വിത്ത് മുളയ്ക്കത്തക്കവണ്ണമുള്ള ഒരു ദൈവപ്രവൃത്തി അങ്ങ് വെളിപ്പെടുത്തണമേ എന്ന്. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒന്നാമത് ആരാധനയല്ല. നമ്മളെല്ലാവരും ഒന്നാമത് ആരാധനയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, അല്ലെ? നമ്മൾ ഒന്നാമത് ആദ്യം തന്നെ ദൈവവുമായിട്ട് ബന്ധപ്പെടാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ വചനം പറയുന്നത്, അല്ലേ, ലേഖനത്തിൽ എന്താ പറയുന്നത്? സ്തോത്രം, ലേഖനത്തിൽ പറയുന്നതും അതുപോലെ തന്നെ സുവിശേഷത്തിൽ പറയുന്നതിന്റെയും അർത്ഥം ആ കാണുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണാത്ത ദൈവത്തെ എങ്ങനെയാ സ്നേഹിക്കുന്നത്? അപ്പോൾ നമ്മൾ വായിച്ച വാക്യം, നമ്മള് ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞ വാക്യം ഏതാണ്? സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് നിനക്ക് ഓർമ്മ വന്നാൽ യാഗവസ്തു അവിടെ വെച്ചേച്ച് ഒന്നാമത് എന്നുള്ളത് ഒരു മർമ്മം, ഒരു വലിയ മർമ്മമാ. അപ്പോൾ ഒന്നാമത് ആരാധനയല്ല, ഒന്നാമത് വഴിപാടല്ല, ഒന്നാമത് യാഗമല്ല, ഒന്നാമത് അന്യഭാഷയല്ല, ഒന്നാമത് പ്രാർത്ഥനയല്ല, ഒന്നാമത് ചെന്ന് നിരപ്പ് പ്രാപിക്കുക. നിരപ്പ് പ്രാപിച്ച അനന്തരം എന്ത് ചെയ്യുക? തിരിച്ചു വന്ന് എന്ത് ചെയ്യുക? നമ്മൾ ഒന്നാമത് ദൈവത്തിനാ. മനുഷ്യനെ കണ്ടാൽ മിണ്ടുകയല്ല, പക്ഷെ ദൈവത്തോട് മിണ്ടാൻ ശ്രമിക്കുക. പക്ഷേ അതാ പറഞ്ഞു, എന്താ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി വചനങ്ങൾ കേൾക്കുകയാണ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ് ആകുകയാണ് ആളുകള്. ഏതാ ശരി ഏതാ തെറ്റെന്നറിയാതെ ജനം വലഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് പത്യവചനം, ഞാന് രഹോബോത്ത് മിനിസ്ട്രിയിലുള്ള, എനിക്കറിയാം പ്രിയ ജസ്സേച്ചി അങ്ങനെയുള്ളവരെ വിളിക്കുള്ളൂ എന്ന് എനിക്കറിയാം. ദൈവവചനം കറയില്ലാതെ പ്രസംഗിക്കുന്നവരെ, ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെ പഠിപ്പിക്കുന്നവരെ വേണം സ്തോത്രം നമ്മൾ ദൈവവചന സൂക്ഷിക്ക് വേണ്ടി വിളിക്കാൻ. ആരെയെങ്കിലും വിളിച്ച് എന്തെങ്കിലും കേട്ടു പോകാനല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കഷ്ടതയില്ല, വേദനയില്ല, കർത്താവിനെ അറിഞ്ഞാൽ ഇതെല്ലാം മാറും. പ്രോസ്പെരിറ്റി പ്രസംഗിക്കുമ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് അതായതുകൊണ്ട് നമ്മളത് പറഞ്ഞു പോവുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് പ്രോസ്പെരിറ്റി, യഥാർത്ഥത്തിൽ എന്താണ് സമൃദ്ധി എന്ന് നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്നില്ല. സ്തോത്രം. ഞാൻ വചനത്തിലേക്ക് വരാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആഴമേറിയ ദൈവത്തിന്റെ വചനം ദൈവസഭയ്ക്കകത്ത് കൊടുക്കാൻ നേരത്ത് ജനത്തിനകത്ത് ഉണർവുണ്ടാകുകയാണ്. ജനത്തിനകത്ത് സ്തോത്രം വചനം കേൾക്കുവാനുള്ള ആഗ്രഹം ഉണ്ടാകുകയാണ്. സ്തോത്രം. കഴിഞ്ഞ ഈ ഒരു 4-5 ആഴ്ചയായിട്ട് ഉപവാസ പ്രാർത്ഥനയിൽ പ്രസംഗിക്കുന്ന വിഷയം നരകത്തെക്കുറിച്ച്. സ്തോത്രം. നമ്മുടെ ആളുകൾക്ക് ഇന്ന് നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും കർത്താവിന്റെ വരവിനെ കുറിച്ചും ഒന്നും പഠിപ്പിക്കാൻ നേരമില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, നമ്മൾ അറിയേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ കാലഘട്ടത്തിൽ എങ്ങനെ നമുക്ക് നിത്യതയിൽ എത്താം, എങ്ങനെ നമുക്കത് പ്രാപിക്കാൻ പറ്റും, നമ്മുടെ പിതാക്കന്മാർ എങ്ങനെയാണ് അത് പ്രാപിച്ചത് എന്നുള്ള ചിന്തയിലേക്ക് ഞാൻ ആ ഭാഗം അങ്ങ് വിടുകയാണ്. സ്തോത്രം. ഞാൻ ഈ വചനത്തിലേക്ക് മടങ്ങി വരികയാണ്. നമുക്ക് അടുത്ത തലത്തിലെത്താൻ പറ്റുന്നില്ല.
ആമേൻ, സ്തോത്രം. അപ്പോ ആമേൻ ദൈവവുമായി നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അടുത്ത തലത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എത്താനായിട്ട് പറ്റുന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട് അല്ലെ, മണിക്കൂറുകൾ എന്റെ ഒരു ആഗ്രഹം, ഞാൻ അതാ പറഞ്ഞു വന്നത്, ഞാൻ ഒത്തിരി ദൈവത്തോട് പ്രാർത്ഥന, എനിക്ക് പ്രവചന ശുശ്രൂഷ വേണം. പക്ഷേ എന്റെ കർത്താവ് ഒരു ദിവസം എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാമോ? എന്റെ കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യം, മോനെ, നീ പ്രവചനം മാത്രമാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ തരും, ശരിയാ. പക്ഷേ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നവരോട് പ്രവചിക്കാൻ മാത്രമേ നിനക്ക് പറ്റൂ. അത് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. അടുത്ത തലം നിങ്ങൾ കേൾക്കുക. എന്നാൽ നീ പ്രാർത്ഥിക്കേണ്ടത്, നീ ഒരു പ്രാർത്ഥനാ മനുഷ്യനായി മാറാൻ വേണ്ടി നീ പ്രാർത്ഥിക്കും. കാരണം പ്രവചനാത്മാവിൽ ദൂത് വിളിച്ചു പറയുമ്പോൾ ഒരു ആവേശമുണ്ട്. പക്ഷെ പ്രവചനം ഏതാണെന്ന് ഒത്തിരി കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് ഈ സൂം മീറ്റിംഗ് ആയതുകൊണ്ട് ഒത്തിരി പരിമിതികൾ നമുക്കുണ്ടല്ലോ. അപ്പം ഏതാണ് പ്രവചനം എന്ന് നമ്മൾ തിരിച്ചറിയണോ ആദ്യം, കേട്ടോ. നമ്മൾക്കെല്ലാം ഇഷ്ടമുള്ള പ്രവചനം ഏതാണെന്നറിയാവോ? ഭാവി, ഭൂത, വർത്തമാനം, അല്ലെ? നമ്മുടെ തലയിൽ കൈവച്ച് ഒന്നാമത്തെ സെഷനിൽ കർത്താവിന്റെ ദാസൻ വന്ന് ദൂത് പറഞ്ഞു, പലരുടെയും തലയിൽ കൈവച്ച് ദൂത് പറഞ്ഞു. എന്റെ തലയിൽ കൈവച്ച് മാത്രം ദൂത് പറഞ്ഞില്ല എന്ന പേരിൽ രണ്ടാമത്തെ സെഷൻ മുടക്കിയവരുണ്ട്. എവിടെയാണെന്നറിയാം? എവിടെയാ? നമ്മുടെ കൂട്ടത്തിലുള്ളവര് തന്നെ. സ്വതന്ത്രം. കാരണം എന്നോട് എന്ത് ചെയ്തില്ല, ദൂത് പറഞ്ഞില്ല. അപ്പോൾ ആർക്കാണ് ദൂതിന്റെ ആവശ്യം എന്നുള്ള തിരിച്ചറിവ് നമുക്കില്ല. ഒന്ന്, ആർക്കാ ദൂതിന്റെ ആവശ്യം? ആർക്കാ ദൂതിന്റെ ആവശ്യം? മടങ്ങിവരവ് ആവശ്യമുള്ളവർക്കാ ദൂത് വേണ്ടത്. ഹലോ, യഥാർത്ഥത്തിൽ പ്രവചന ശബ്ദം നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ പ്രവചന ശബ്ദത്തിൽ ഉണ്ടാകേണ്ടുന്നത് മടങ്ങിവരവാ. പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, പ്രവചന ശബ്ദത്തിലെല്ലാം മുഴങ്ങിക്കേട്ടത് പഴയ നിയമത്തിൽ ഇസ്രായേലേ മടങ്ങി വരിക, അല്ലെ? ആമേൻ, സ്തോത്രം. പുതിയ നിയമത്തിൽ നമ്മൾ കേൾക്കുന്ന ശബ്ദം എന്താ? യൂദയും ശീലാസോർ പ്രവാചകന്മാരാകയാൽ വചനം പറഞ്ഞ സഭയെ എന്ത് ചെയ്തു? ഉറപ്പിച്ചു പോന്നെന്നാ പറഞ്ഞേ. സ്തോത്രം. അപ്പോൾ ഈ പ്രവചന ശബ്ദങ്ങളെല്ലാം ഭാവി, ഭൂത, വർത്തമാനം പറഞ്ഞ് ജനത്തെ ആ നിലയിൽ കൊണ്ടെത്തിക്കുന്ന ഒരു ശുശ്രൂഷയല്ല, മറിച്ച് നമ്മെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് യഥാർത്ഥ പ്രവചനത്തിൽ സംഭവിക്കുന്നതെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം. നമ്മെ കുറിച്ച് ദൈവത്തിന് സംസാരിക്കാനുണ്ടെങ്കിൽ അത് പ്രവചന ശബ്ദമായി മുഴങ്ങിക്കേൾക്കുമ്പോ അതിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേൾക്കേണ്ടത് എങ്ങനെയാണെന്നറിയാവോ? ഈ ഭൂമിയിൽ നമുക്ക് എങ്ങനെ ജീവിക്കാം, ഈ ഭൂമിയിൽ നമ്മുടെ തലമുറകൾ ആരാകും, ഈ ഭൂമിയിൽ നിങ്ങളുടെ കുടുംബജീവിതം എങ്ങനാ, ഈ ഭൂമിയിൽ നിങ്ങളുടെ സാമ്പത്തിക ക്രമീകരണങ്ങളൊക്കെ എന്തായി വരും. ഇതല്ല പ്രിയരെ, ഇതൊരിക്കലും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരു പ്രവചന ശബ്ദമായി എവിടെയും മുഴങ്ങിക്കേട്ടിട്ടില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഭാവി, ഭൂത, വർത്തമാനം പ്രവചിക്കുന്ന പല പ്രവാചകന്മാരും ഇന്ന് പ്രസംഗിക്കുന്നത് തലേ കൈവച്ചാൽ തന്നെ പിന്നെ അവർ കാണുന്നത് കാനഡയും യൂറോപ്പും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ഒക്കെ. ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ തലമുറകളെ ദൈവം എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ അവരുടെ തലമുറകളെ കുറിച്ചോ അവരെ കുറിച്ചോ സ്തോത്രം മടങ്ങിവരവ് എന്നുള്ള വിഷയത്തിലപ്പുറമായി അവരുടെ ഭൗതികതയെ തൊട്ട് എവിടെയെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? നമ്മൾ ആഗ്രഹിക്കുന്നത് ഭൗതിക മണ്ഡലത്തിലെ ഉണർവാ. നമ്മൾ പ്രവചനം കേൾക്കാൻ ആഗ്രഹിക്കാൻ നേരത്ത് മടങ്ങി വരണം, പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം, ഉപവാസത്തിലേക്ക് മടങ്ങി വരണം. വീഴ്ച സംഭവിച്ചു പോയി, തലമുറകൾക്ക് വേണ്ടി കരയണം, പ്രാർത്ഥിക്കണം. ഇതൊന്നുമല്ല നമ്മൾക്ക് ആവശ്യം. നമുക്ക് ആവശ്യം നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി എപ്പോ മെച്ചപ്പെടും, എങ്ങനെ മെച്ചപ്പെടും, ആരിലൂടെ മെച്ചപ്പെടും. സ്തോത്രം. ഇന്നാള് ഒരു ദൈവാസം പറഞ്ഞു കേട്ടു, അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വന്നു. ആമേൻ, സ്തോത്രം. പക്ഷേ എന്റെ മോക്ക് സാലറി കുറവായതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ UK എത്ര സാലറി ഉണ്ട്? അവൾക്കിപ്പോ 3 ലക്ഷം രൂപയുള്ളൂ. 3 ലക്ഷം രൂപയെ സാലറി ഉള്ളൂ. കുറച്ചുകൂടെ കൂടുതൽ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഞാൻ ചോദിക്കട്ടെ, ഭൗതിക ചോദിച്ചു വാങ്ങാനുള്ള വേദിയാണോ പ്രാർത്ഥനാ മുറി? ഒന്ന്, ഭൗതികത ചോദിച്ചു വാങ്ങാനുള്ള വേദി അല്ലവേ അല്ല പ്രവചന ശബ്ദം എന്നുള്ളത്. നമ്മളുടെ മടങ്ങിവരവിന് വേണ്ടി, എന്റെ ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ദൂത് 2 നിലയിലുള്ള പ്രവചനം ഉള്ളത്. ഒന്ന്, ഭാവി, ഭൂത, വർത്തമാനം പ്രവചിക്കുന്നത്. അപ്പോൾ ഭാവിയൊക്കെ പ്രവചിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ഭൗതികതയെ തൊട്ടാണെങ്കിൽ അത് വചനത്തിൽ നിന്നുള്ളത് അല്ലവേ അല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട്, ചേച്ചിയുടെ നമ്പർ ചോദിക്കണം, എന്നെ വിളിക്കണം. നിങ്ങൾ ഏതെങ്കിലും ഭാഗം എനിക്ക് കാണിച്ചു തരുവാണെങ്കിൽ ഞാൻ ഇന്ന് ഈ പരിപാടി നിർത്തും. മനസ്സിലായോ? അപ്പോൾ ഭൗതികതയെ തൊട്ടൊരു പ്രവചന ഇല്ലവേ ഇല്ല. പക്ഷെ ഇന്ന് ജനം ആഗ്രഹിക്കുന്നത് ഭൗതികതയെ തൊട്ട മക്കളുടെ ഭാവി എന്താകും, അല്ലെ? ഇപ്പൊ എനിക്ക് ആൾട്ടോ 800 ഉള്ളത്,
അടുത്ത വാഹനം ഏതാ ഞാൻ വാങ്ങുക, ഏത് കളറാ, അതൊക്കെ ഇന്നത്തെ കാലത്ത് അതൊക്കെയല്ലേ ലേറ്റസ്റ്റ് പ്രവചനങ്ങള്. നമ്മൾ വാങ്ങുന്ന വാഹനത്തെ കുറിച്ച് കളർ അടക്കം. എന്നിട്ട് പറയുക എന്തോരു നല്ല പ്രവാചകനായിരുന്നു. നോ, നിന്റെ മടങ്ങി വരവിനെ കുറിച്ചൊരു ദൂത് ശബ്ദിക്കാതെ ഭൗതികതയെ കുറിച്ചാണ് നീ ദൂത് കേട്ടതെങ്കിൽ അത് പ്രവചന ശബ്ദമല്ല, അത് ദൈവത്തിൽ നിന്നുള്ളതല്ലെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഇന്ന് പലർക്കും അത് ഇഷ്ടമല്ല. എന്നെ കുറിച്ച്, എന്റെ കുടുംബത്തെ കുറിച്ച് നല്ലത് മാത്രം എന്ത് ചെയ്യണം? പ്രവചിക്കണം. അല്ലേ? സ്തോത്രം. ബിലയാമിനെ കൊണ്ടുപോയത് അങ്ങനാ. പക്ഷെ ദൈവം അനുഗ്രഹിച്ചതിനെ ശപിക്കാൻ ബിലയാമിനെ ദൈവം അനുവദിച്ചോ? ഇല്ല. സ്തോത്രം. പഴയ നിയമ പ്രവാചകന്മാരെ നോക്കൂ, പുതിയ നിയമ പ്രവാചകന്മാരെ നോക്കൂ. സ്തോത്രം. ശമൂവേലിനെ നോക്ക്. ശമൂവേല് ശൗല് മുമ്പിൽ വന്ന് നിൽക്കുമ്പം ശൗലിനോട് പറയാണ്, ആമേ സ്തോത്രം, ഹല്ലേലൂയ, എന്റെ കാതിൽ കേൾക്കുന്ന ആടുകളുടെ കരച്ചിലും കാളകളുടെ മുക്കുറയും എവിടെ നിന്നാ? ആരോടാ ചോദിക്കുന്ന അറിയാ? രാജാവിനോട് ചോദിക്കുക എവിടെ നിന്നാണ്. അപ്പൊ രാജാവ് പറഞ്ഞ എന്നാന്നറിയാവോ? ശൗല് പറഞ്ഞ എന്നാന്നറിയാവോ? ഇത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ്. ആമേ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. പുള്ളി കൈമടക്ക് വാങ്ങിപ്പോയോ? നിങ്ങൾ വായിച്ചോ അവിടെ താഴെ എങ്ങനെയാ പറയുന്നതെന്ന്? ആമേൻ. താൻ പറയുന്നൊരു കാര്യമുണ്ട്. ആമേൻ സ്തോത്രം. ആമേൻ. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത്. എന്നിട്ട് താഴെ പറയാണ്, നീ ദൈവത്തിന്റെ വചനം തള്ളിയത് കൊണ്ട് ഞാൻ നിന്നെയും തള്ളിക്കളഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഇതാണ് ഒരു പ്രവചന ശബ്ദം എന്ന് പറഞ്ഞാൽ. ദാവീദിനോട് ആമേ സ്തോത്രം, ആമേ പ്രവാചകൻ ദൂത് പറഞ്ഞു ഒരു ഉപമയിലൂടെ. പാവപ്പെട്ടവരുടെ വീട്ടിൽ ഒരു ആടുണ്ടായിരുന്നു എന്നീ കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. പക്ഷേ ദാവീദ് കോപിഷ്ഠനായി പറയുകയാണ്, ആ മനുഷ്യൻ എന്ത് ചെയ്യണം? മരണയോഗ്യൻ. പക്ഷെ പ്രവാചകൻ അടുത്ത് പറഞ്ഞ എന്താണെന്നറിയാവോ? ആ മനുഷ്യൻ നീ തന്നെ. സ്തോത്രം. ഇന്ന് ഇങ്ങനെയുള്ള ശുശ്രൂഷകന്മാരെയാ ദൈവസഭയ്ക്ക് ആവശ്യം. എന്തുകൊണ്ടാ പ്രിയമുള്ളവരെ ദൈവസഭ ആമേൻ അനുഗ്രഹം പ്രാപിക്കാത്തത്? എന്തുകൊണ്ടാ ദൈവസഭയ്ക്കകത്ത് ആമേ സ്തോത്രം നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിലുള്ള ആത്മീയ അന്തരീക്ഷം ഇല്ലാത്തത്? ഒരൊറ്റ കാര്യമേ ഉള്ളൂ. എന്താ? ദൈവ ശബ്ദത്തിനു പകരം മാനുഷിക വാക്കായി ദൈവസഭയ്ക്കകത്ത് പരിണമിക്കാൻ തുടങ്ങിയപ്പം ദൈവത്തിന്റെ ആത്മാവിന് അത് സഹിക്കാതെ മാറി നിൽക്കുകയാ പല സഭയ്ക്കകത്തും. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് വേണ്ടത് ഒരു പ്രവചന ശബ്ദമാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഒരു മടങ്ങിവരവായിരിക്കണം. ഞാനും ആഗ്രഹിക്കുന്ന ഒരു മടങ്ങിവരവ്. കർത്താവേ, ഈ ദിവസങ്ങളായി ഞാൻ ദൈവസനിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, കർത്താവേ എന്നെ മടക്കി വരുത്തണമേ, നിത്യതയ്ക്ക് വേണ്ടി എന്നെ ഒരുക്കണമേ, ദൈവരാജ്യത്തിന്റെ ആമേ സ്തോത്രം വിസ്തൃതിക്ക് വേണ്ടി കാലഘട്ടത്തിൽ എന്നെ ഉപയോഗിക്കണമേ എന്ന് ഞാൻ എന്റെ ദൈവത്തോട് ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്താ കാര്യം? യഥാർത്ഥ പ്രവചനം എന്ന് പറഞ്ഞാൽ മടങ്ങിവരവിന്റെ ദൂതാണെന്ന് തിരിച്ചറിയുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. അല്ലേ? അപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? കർത്താവ് എന്നെ ഒരു പ്രാർത്ഥനാ മനുഷ്യനാക്കി മാറ്റണം. അപ്പൊ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു പ്രവാചകനായാൽ നിനക്ക് പ്രവചിക്കാൻ മാത്രമേ പറ്റൂ. പക്ഷെ പ്രാർത്ഥനാ മനുഷ്യനായാൽ നീ ചെയ്യേണ്ട ശുശ്രൂഷ അതത് സമയത്ത് എങ്ങനെ ചെയ്യണമെന്ന് ഒരു പ്രാർത്ഥനാ മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റും? സ്തോത്രം. എന്താ കാര്യം? പ്രവചിക്കാൻ മാത്രമല്ല, പ്രവചനം കൊടുക്കേണ്ട സമയത്ത് അത് കൊടുക്കാൻ പറ്റും. ഭൂതാത്മാവുള്ളവൻ വന്നാൽ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ പറഞ്ഞാൽ ആമേൻ ആ ശുശ്രൂഷ അവിടെ വെളിപ്പെടും. രോഗികൾ മുൻപിൽ വന്നാൽ രോഗശാന്തി വെളിപ്പെടും. ഒരു പ്രാർത്ഥനാ മനുഷ്യനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥനയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ദൈവസഭയിൽ പറഞ്ഞപ്പം ഞാൻ അതിൽ മുന്നിൽ നിർത്തി പറഞ്ഞൊരു കാര്യം എന്നറിയാവോ? ഞാൻ നിങ്ങളോട് പറയാം, ആരാണ് ഒരു പ്രാർത്ഥനാ മനുഷ്യൻ? ആരാണ് പ്രാർത്ഥനാ മനുഷ്യൻ എന്ന് ചോദിച്ചാൽ ലളിതമായൊരു ഉത്തരം ഞാൻ നിങ്ങൾക്ക് തരാം. മറ്റാരുമല്ല, ഒരു ദിവസം എടുത്താൽ, ഒരു ദിവസം എത്ര മണിക്കൂറാ? 24 മണിക്കൂറുണ്ടല്ലേ? ഒരു ദിവസം എടുത്താൽ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത് നമ്മൾ ചിന്തിക്കണം. ഏറ്റവും കൂടുതൽ നമ്മൾ ആരോടാ? ആമേൻ. ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കുന്ന ആരോടാ? ഒരു ദിവസം ഞാനിങ്ങനെ സഭയിൽ കഴിഞ്ഞ ആഴ്ച ഞാനിങ്ങനെ പറഞ്ഞു, ആമേൻ, ഒരു പ്രാർത്ഥനാ മനുഷ്യനെ സംബന്ധിച്ച് ഒരു ദിവസം എടുത്താൽ അവൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന അവൻ ദൈവത്തോടായിരിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും, വീട്ടിലെ ഭർത്താവുമായിട്ടും ഭാര്യമാരുമായിട്ടും മക്കളുമായിട്ടും ഒക്കെ സംസാരിക്കുന്നു, പാസ്റ്ററായിട്ട് സംസാരിക്കുന്നു, ഫോൺ വിളിച്ച് സംസാരിക്കുന്നു. പക്ഷെ ഇത് പല സമയങ്ങളായതുകൊണ്ട് കൂട്ടിച്ചേർത്താൽ കൂടിപ്പോയ 1-1.5 മണിക്കൂറോ ഉള്ളൂ പ്രിയമുള്ളവരെ. സ്തോത്രം. എന്നാൽ ഒരു പ്രാർത്ഥനാ മനുഷ്യന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞത് ആമേൻ, അവൻ ആ ദിവസം ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ദൈവത്തോടായിരിക്കണം. അത് വചന ധ്യാനം ഉണ്ടാകും, പ്രാർത്ഥന ഉണ്ടാകും,
സ്തോത്രം. അതുപോലെ തന്നെ സുവിശേഷം പറഞ്ഞതുണ്ടാകും, അതുപോലെ തന്നെ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്താൻ നമ്മൾ ഉപയോഗിച്ച വാക്കുകൾ ഉണ്ടാകും. ഇതൊക്കെ ചേർത്ത് വെച്ചാൽ നമ്മൾ ദൈവത്തിന്റെ നാവായി നിൽക്കുന്നതായിരിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം സഭയിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ കുറെ നമ്മൾ അങ്ങ് പറയാൻ നേരത്തെ കുറച്ച് പരദൂഷണം. നമ്മൾക്ക് ഈ ഒരു ചിന്ത വേണേതാ, ഇന്ന് മനുഷ്യനോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തോട് സംസാരിക്കണം. അങ്ങനെ സംസാരിക്കണമെന്ന് ചിന്ത വരാൻ നേരത്ത് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ മാറ്റിവെക്കും. കാരണം ഈ ഒരു ചിന്ത നമുക്കുണ്ടാകും, അയ്യോ ഇന്ന് ഞാൻ മനുഷ്യനോടല്ലല്ലോ, ഏറ്റവും കൂടുതൽ ദൈവത്തോടാണല്ലോ സംസാരിക്കേണ്ടത്. ആ ഒരു ചിന്ത വരാൻ നേരത്ത് പെട്ടെന്ന് നമ്മുടെ പല വാക്കുകളും സ്തോത്രം. ഇന്നൊക്കെ ഞാന് ഈ വചനം പച്ചയായി പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാന് എന്റെ സഭയിൽ ഇപ്പോഴും ഞാൻ ഏത് സഭയിൽ സൂക്ഷിച്ചാലും ഇങ്ങനെ പറയും, നിങ്ങള് എന്നെ പറഞ്ഞു വിടുന്നതെങ്കിൽ ദശാംശം പ്രസംഗിച്ചതിന്റെ പേരിലോ, ഒരാളെ കൂടുതൽ സ്നേഹിക്കുന്നതിന്റെ പേരിലോ, ഒരു കുടുംബത്തെ മാത്രം ഉയർത്തിപ്പിടിക്കുന്നതിന്റെ പേരിലോ ഒന്നും നിങ്ങൾ എന്നെ പറഞ്ഞു വിടുകയല്ല. പക്ഷെ പച്ചയായ ദൈവവചനം പ്രസംഗിച്ചതിന്റെ പേരിൽ ഒരുപക്ഷെ നിങ്ങൾ എന്നെ ട്രാൻസ്ഫറിന് സാധ്യതയുണ്ടെന്ന് ഞാൻ പറയാറുണ്ട്. കാര്യം എന്നാണെന്നറിയാമോ? എനിക്കതാ ഇഷ്ടം. കറയില്ലാതെ ദൈവവചനം എന്ത് ചെയ്യുക? പ്രസംഗിക്കുക. ഇത് ജനത്തിന്റെ അകത്ത് വരുമ്പോഴാണ് അവർ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നത്. ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരികയാണ്. അപ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ ഉള്ള വെല്ലുവിളികൾ, ഈ കാലഘട്ടത്തിലുള്ള വെല്ലുവിളികൾ, അതിനെ ജയിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. വെല്ലുവിളി ഇല്ലാതാകുക എന്നുള്ളതല്ല. ഒരു മർമ്മം നിങ്ങൾ തിരിച്ചറിയണം. ഇന്നത്തെ കാലത്ത് ന്യൂജൻ ശുശ്രൂഷകന്മാര് അവര് പ്രസംഗിക്കുന്നത്, നിങ്ങൾ കർത്താവിനെ അറിഞ്ഞാൽ പിന്നെ വെല്ലുവിളിയില്ല. ഒരു തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കീഴ്പ്പെടുത്താൻ ആർക്കും പറ്റില്ല. നിങ്ങൾക്ക് വെല്ലുവിളിയില്ല, നിങ്ങൾക്ക് കടബാധ്യതയില്ല, നിങ്ങൾക്ക് രോഗം വരില്ല. ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് നമ്മൾ അതിന് ആമേൻ പറയും. പക്ഷേ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ച് അവൻ എന്നും വെല്ലുവിളി ഉണ്ട് എന്നുള്ളതാ. നമ്മുടെ പിതാക്കന്മാരെ നോക്കൂ, നമ്മുടെ കർത്താവിനെ നോക്ക്, അപ്പോസ്തലന്മാരെ നോക്ക്. അവരെല്ലാം സുഗമമായ ഒരു ജീവിതത്തിലൂടെയാണോ കടന്നുപോയത്? അല്ല. അവർ വിശ്വസിച്ചു, കഷ്ടം സഹിക്കാൻ എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചു കൊണ്ടുപോയെന്നാ പറയുന്നത്. താഴേക്കുള്ള വചനങ്ങൾ വായിച്ചു വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ ഒരു ഭക്തൻ ഒറ്റയ്ക്ക് ഓട്ടം തികയ്ക്കാൻ കഴിയില്ലെന്ന് കണ്ട ദൈവം ചില വാഗ്ദത്തങ്ങൾ നൽകി. ഭക്തന് ചില വാഗ്ദത്തങ്ങൾ നൽകി. എന്തൊക്കെയാ വാഗ്ദത്തം എന്നറിയാവോ? യെശയ്യാപുസ്തകം 41:10 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ വചനം ആർക്കാണ് പ്രയോജനപ്പെടുന്നത് ചോദിച്ചാൽ, കഷ്ടതയുടെ ആധിക്യം നിങ്ങളെ തളർത്തിയെങ്കിൽ, ചോദ്യചിഹ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, അവസാനിക്കും എന്നുള്ള ചിന്തയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, ഇനി ഒരു പ്രതീക്ഷയില്ലെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ, അവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുകയാണ്, നീ എന്ന വ്യക്തിക്ക് മുൻപോട്ട് പോകാൻ ആഗ്രഹമുണ്ട്. പക്ഷേ വെല്ലുവിളികൾ നിനക്ക് വിരോധമായി നിൽക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നിനക്ക് ചില വാഗ്ദത്ത വചനങ്ങൾ പരിശുദ്ധാത്മാവ് കൈമാറുക. എന്താ കാര്യം? നിനക്കൊറ്റയ്ക്ക് ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റില്ല. പക്ഷേ 41 യെശയ്യാപുസ്തകം 10 ഞാൻ നിന്നോട് കൂടെയുണ്ട്. എത്ര പേർ ആ വാക്യം പിടിച്ചെടുക്കുന്നുണ്ട്? കഷ്ടത അനുഭവിക്കുന്ന ദൈവജനമേ, വേദന അനുഭവിക്കുന്ന ദൈവജനമേ, വേദനയില്ലെന്നല്ല ഞാൻ പ്രസംഗിക്കുന്നത്. നീ വേദനപ്പെടുമ്പോഴും നിന്നോട് കൂടെയുള്ള ഒരു ദൈവമുണ്ട്. സ്തോത്രം. 43 ഇങ്ങനെ പറയുന്നത്, ഞാൻ നിന്നോട് കൂടെയിരിക്കും. അഗ്നിയിൽ കൂടി കടക്കുമ്പോൾ, വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ, അഗ്നി ജ്വാലയിലൂടെ നീ പ്രവേശിക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെയുണ്ട്. പുതിയ നിയമത്തിൽ എന്താ പറയുന്നത്? യോഹന്നാൻ 14:16 പറയുന്നു, എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കുന്ന മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവിടെ പറയുന്നത്. അപ്പോൾ ഈ പഴയ നിയമവും പുതിയ നിയമവും ഒത്തിരി വാക്യങ്ങളുണ്ട്. ഞാൻ 1-2 വാക്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഒരു ഭക്തന് മുൻപോട്ട് പോകണമെങ്കിൽ ഒരൊറ്റ കാര്യം, ഈ വചനം നമ്മൾ മുറുകെ പിടിക്കണം. നമ്മൾ ഇങ്ങനെ ചിന്തിക്കരുത്, കർത്താവേ എന്റെ കഷ്ടത മാറ്റണേ, എന്റെ വേദന മാറ്റണേ എന്നൊന്നും നമ്മൾ പ്രാർത്ഥിച്ച് കളഞ്ഞേക്കരുത്. അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ അപ്പോസ്തലന്മാരും നമ്മുടെ പിതാക്കന്മാരും എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാർക്ക് ശേഷം നമ്മുടെ പിതാക്കന്മാരൊക്കെ കഷ്ടതയിലൂടെയും വേദനയിലൂടെയും പോയി തന്നെയാണ് അവർ അതിനെ കീഴടക്കുവാനിടയായി തീർന്നത്. ഞാൻ അതിലേക്ക് മടങ്ങി വരാം. സ്തോത്രം. അപ്പം പ്രശ്നങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതല്ല, പ്രശ്നങ്ങളുടെ മേൽ സഞ്ചരിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയാം, പ്രശ്നങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതല്ല, പ്രശ്നങ്ങളുടെ മേൽ സഞ്ചരിക്കുക എന്നുള്ളത്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇന്ന് ഈ രാത്രി വേളയിൽ
നിങ്ങളൊക്കെ വ്യത്യസ്ത ഇടങ്ങളിൽ ആയിരിക്കും. എനിക്ക് ആരെയും പരിചയമില്ല. നിങ്ങളൊക്കെ വ്യത്യസ്ത ഇടങ്ങളിൽ, വ്യത്യസ്ത മേഖലകളിൽ ഇടപെടുന്നവരാ. നിങ്ങളൊക്കെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇരുന്നാണ് ഈ വചനം കേൾക്കുന്നത്. പക്ഷേ നിങ്ങൾ എവിടെ ആയിരുന്നാലും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത്, പ്രശ്നങ്ങൾ ഇല്ലാതാകുക എന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹം മാത്രമാണ്. പക്ഷേ നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെ ആയിരിക്കണം: കർത്താവേ, എനിക്ക് നേരിടുന്ന പ്രശ്നങ്ങളെ ജയിക്കാനുള്ള കൃപ എനിക്ക് തരണേ. ആമേൻ. സ്തോത്രം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. പ്രോസ്പിരിറ്റി പറയും നിങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾക്ക് സമൃദ്ധി മാത്രമാണ്. വചനം പറയുന്നുണ്ട് സമൃദ്ധിയുണ്ട്, പക്ഷെ പ്രശ്നങ്ങളെ ജയിക്കണം. അങ്ങനെയല്ലേ? അങ്ങനെയാണോ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പ്രശ്നങ്ങളില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയെങ്കിൽ അത് വചനത്തിൽ പറയുന്ന ഒരു ക്രിസ്തീയ ജീവിതമല്ല. നമ്മുടെ കർത്താവ് തന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ താഴേക്ക് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഓക്കെ, പഴയ നിയമം എന്ത് പറയുന്നു ഈ പ്രശ്നങ്ങളെ കുറിച്ച്? പഴയ നിയമം എന്താ പറയുന്നത്? പഴയ നിയമത്തിൽ ദാവീദ് സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട്: നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, വചനത്താൽ ഏറ്റവും നല്ല പ്രവചനം ഏതാണെന്നറിയാവോ? ആമേൻ, നിന്റെ മകൾ അങ്ങനെയാണ്, മകൻ ഇങ്ങനെയാകും. ആമേൻ, നിങ്ങൾ ഇന്ന പ്രോപ്പർട്ടി വാങ്ങും, നിങ്ങളുടെ ഭൗതിക മണ്ഡലങ്ങൾ വ്യത്യാസപ്പെടും. ഇതൊന്നും പറയുന്ന ദൂതിനേക്കാൾ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, യഥാർത്ഥ പ്രവചനം എന്ന് പറഞ്ഞാൽ, മടങ്ങിവരവ് സംബന്ധിച്ച് എന്തെങ്കിലും ദൂത് നിന്നോട് പറഞ്ഞാൽ അത് എന്നോടുള്ളതല്ലെന്ന് നീ പറയരുത്. കാരണം എന്താണെന്നറിയാമോ? ഈ മടങ്ങിവരവ് എന്നുള്ള ദൂത് നീ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിന്റെ മക്കളുടെ ഭാവിയെല്ലാം ശരിയാവും. ഭാവി മാത്രമാണ് കേൾക്കാൻ വന്നിരിക്കുന്നതെങ്കിൽ ഒന്നും നടക്കുകയില്ല. പക്ഷേ ഒരു മടങ്ങിവരവ് നമ്മിൽ സംഭവിച്ചാൽ നമ്മുടെ സകല അവസ്ഥകൾക്കും ദൈവ വ്യത്യാസം വരുത്തും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം പ്രോസ്പിരിറ്റി പറയും സമൃദ്ധി മാത്രമേ ഉള്ളൂ, പക്ഷെ വചനം പറയുന്നു സമൃദ്ധിയുണ്ട്, പക്ഷെ പ്രശ്നങ്ങളെ ജയിച്ചവർക്കാ. ദാവീദ് പറയുകയാണ്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന എൻ്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ദൈവദാസന്മാരെ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുക. നിന്റെ മുമ്പിൽ പടക്കൂട്ടമുണ്ട്, നിന്റെ മുൻപിൽ മതിലുണ്ട്. സ്തോത്രം. ഈ മതിൽ മാറുക എന്നുള്ളതല്ല നിന്റെ ലക്ഷ്യം, മാറ്റുക എന്നുള്ളതല്ല നിന്റെ ലക്ഷ്യം. ഈ പടക്കൂട്ടത്തിന്റെ നേരെ ദൈവത്താൽ പാഞ്ഞു ചെല്ലുക എന്നുള്ളതാണ് ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ മതിലിന്റെ മേൽ നിങ്ങൾ ചിന്തിക്കുക, മതില് മാറ്റുക എന്നുള്ളതല്ല ലക്ഷ്യം. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞില്ലേ, നമ്മുടെ ബലം എന്താണെന്നറിയാവോ? നമുക്ക് ദൈവം തന്ന വാഗ്ദത്തം. എന്താണ് ആ വാഗ്ദത്തം? ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. പുതിയ നിയമത്തിൽ എന്താ പറയാ? എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കുന്ന കാര്യസ്ഥൻ, അല്ലെ പരിശുദ്ധാത്മാവ്. ഈ വാഗ്ദത്ത വചനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഈ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലണം. സ്തോത്രം. ഇവിടെ ഇരുന്ന് മാറിയിരുന്ന്, കർത്താവേ, ഈ പടക്കൂട്ടത്തെ തകർത്ത് കളയണേ, ഈ പടക്കൂട്ടത്തെ ഇല്ലാതാക്കണേ, ഈ പടക്കൂട്ടത്തെ ഇതല്ല നമ്മുടെ പ്രാർത്ഥന. ദൈവ വചനം പറയുന്നു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. സ്തോത്രം. 2, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ എന്ത് ചെയ്യും? ചാടിക്കടക്കും. മതിൽ മാറണേന്നാണോ? അല്ല, മതിലിനെ ചാടിക്കടക്കത്തക്കവണ്ണം. അതാ പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്കത് കഴിയും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ടത്? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും ചെയ്യാൻ കഴിയും. നിങ്ങളൊന്ന് വിശ്വസിച്ചുകൊണ്ടൊന്ന് പറഞ്ഞേ. നിങ്ങൾ സ്തോത്രം അൺമ്യൂട്ടൊന്നും ആക്കണ്ട. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്ന് നിങ്ങളുടെ പ്രതിസന്ധിയെ നോക്കി നിങ്ങൾ പറ, എന്നെ ശക്തനാക്കുന്ന ഒരുവൻ എന്റെ കൂടെയുണ്ട്. നിങ്ങൾ ഉച്ചത്തിലൊന്ന് പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്ന ഒരുവൻ എന്റെ കൂടെയുണ്ട്. ആ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഇന്ന് ഞാൻ നേരിടുന്ന പ്രതിസന്ധികളെ എനിക്ക് ജയിക്കുവാൻ കഴിയും. ഇന്ന് ഞാൻ നേരിടുന്ന പ്രതിസന്ധികളെ എനിക്ക് ജയിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്റെ കൂടെയുള്ളവൻ മുഖാന്തരം എനിക്ക് പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞല്ല. എന്റെ കൂടെയുള്ളവൻ മുഖാന്തരം എനിക്ക് മതിൽ ചാടിക്കടക്കാനായിട്ട് കഴിയും. സ്തോത്രം. അടുത്തത് സ്തോത്രം. വചനം എന്താ പറയുന്നതെന്ന് അറിയാമോ? 43-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെ ഇതിനോട് ചേർന്ന് ഈ മതിൽ ചാടിക്കിടക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിനേറെ പാഞ്ഞ് എന്റെ ദൈവത്തിൽ മതിൽ ചാടിക്കിടക്കും. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം ആരും എടുക്കണ്ട. അവിടെ ഒരു വാക്യം ഇങ്ങനെ, യാക്കോബ് യോസേഫിനെ അനുഗ്രഹിക്കുന്ന ഒരു ഭാഗം വരും. ഇങ്ങനെ പറയുന്നുണ്ട്, യോസേഫ് ഫലപ്രദമായ വൃക്ഷം, അല്ലെ? അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ എന്ത് ചെയ്യുന്നു? പടരുന്നു, അല്ലെ? അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, യോസേഫ് ഫലപ്രദമായ വൃക്ഷം, അതിന്റെ കൊമ്പുകൾ എന്ന ഈ ഫലപ്രദമായ വൃക്ഷത്തിന്റെ കൊമ്പുകൾ എവിടെ? മതിലിന്റെ മേലെ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നമ്മുടെ വിഷയം എന്താണെന്നറിയാവോ?
പ്രശ്നങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതല്ല, പ്രശ്നത്തിന്റെ മേൽ ചലിക്കുക എന്നുള്ളതാ, പ്രശ്നത്തിന്റെ മേൽ വളരുക എന്നുള്ളതാ. ഇത്രയും നാളും നിന്റെ ജീവിതത്തെ മുൻപോട്ട് വിടാതെ ഈ മതിൽ നിന്നെ ഒതുക്കിയെങ്കിൽ, മാതാവേ, പരിശുദ്ധാത്മാവ് നിന്നോട് ദൂത് പറയുന്നത്, ഈ മതിലിന്റെ മേലായി നീ എന്ന വൃക്ഷത്തിന്റെ ശിഖരങ്ങൾ ഉയരാൻ പോകുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അത്? സ്തോത്രം. നീ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ മേലായി ദൈവം നിന്റെ ശിഖരത്തെ വളർത്താൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ട് ആമേൻ. ഈ സത്യം പറഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഞാൻ പറഞ്ഞു വരുമ്പോൾ ഈ സ്തോത്രം 2 പ്രവചനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഭാവി ഭൂത വർത്തമാനം. അത് നമുക്ക് ആവശ്യമാണ്, അത് ആവശ്യമാണ്. അത് എന്താ പറയുന്നതെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. പക്ഷെ 2ാമത്തെ പ്രവചനം ഏതാണെന്നറിയാവോ? ദൈവവചനം ഇതുപോലെ പ്രസംഗിക്കുമ്പോൾ, ദൂതായിട്ടും അല്ലാതെയും പ്രസംഗിക്കുന്ന വചനങ്ങൾ നിങ്ങളോട് ചേർത്ത വചനമാണെങ്കിൽ, നിങ്ങളോട് ചേർന്ന് വരുന്ന വചനമാണെങ്കിൽ, അത് ആമേൻ പറഞ്ഞ് മാറോട് അണയ്ക്കാൻ നേരത്തെ ഒരു വിടുതൽ നടക്കും. ഇതാണ് യഥാർത്ഥത്തിൽ പ്രവചന ശബ്ദത്തിൽ ഉണ്ടാകുന്ന വിടുതൽ എന്ന് പറഞ്ഞാൽ. അത് മറ്റാരും അറിയില്ല. ഇന്ന് നീ കേൾക്കുന്ന ദൈവശബ്ദം അത് തിരിച്ചറിഞ്ഞ് നിന്റെ വിഷയത്തെ തൊട്ട് സംസാരിക്കുമ്പോ ആമേൻ എന്ന് പറഞ്ഞ് ഏറ്റെടുക്കാൻ നീ തയ്യാറാണെങ്കിൽ സ്പോട്ടിൽ വിടുതൽ നടക്കുക. ഭാവിഭൂത വർത്തമാനം കേൾക്കുന്ന പ്രവചനം കാലങ്ങൾ കാത്തിരുന്നിട്ട് പ്രാർത്ഥിച്ച് പ്രാപിക്കേണ്ട വിടുതലാണെങ്കിൽ, ഇന്ന് ദൈവവചനം അതിശക്തിയോടെ മുഴങ്ങി കേൾക്കുമ്പോൾ അത് നിങ്ങളോടുള്ള ബന്ധത്തിലാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മതിലിന്റെ മേൽ നിന്റെ ശിഖരത്തെ വളർത്താൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞാൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ എത്ര പിതാക്കന്മാർ തയ്യാറാകും, എത്ര മാതാക്കൾ തയ്യാറാകും? സ്തോത്രം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, നീ പല വിഷയങ്ങളുടെ നടുവിലും നിന്റെ മുൻപിലുള്ള മതിലിനെ ജയിക്കാൻ കഴിയാതെ, നിന്റെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ ജയിക്കാൻ കഴിയാതെ, ആമേൻ, നിന്റെ ഭവനത്തിന്റെ അകത്തളത്തിലെ പ്രശ്നങ്ങളെ ജയിക്കാൻ കഴിയാതെ നീ ആയിരിക്കുന്ന മേഖലകളാണെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നു, എന്നാൽ ഇന്ന് കേൾക്കുന്ന ദൈവവചനം നീ ഏറ്റെടുത്തോ. ആ മതിലിന്റെ മേൽ ഉയരുന്ന ഒരു ശിഖരം ഇന്ന് നിന്നിൽ നിന്ന് പൊട്ടി പുറപ്പെടാൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം സ്തോത്രം. അപ്പോ പഴയ നിയമത്തിൽ ഇങ്ങനെ പറയും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. യെശയ്യാവ് 43:2 ഇങ്ങനെ പറയുന്നത്, നീ വെള്ളത്തിൽ കൂടി കടക്കും, നീ നദിയിൽ കൂടി എന്ത് ചെയ്യും, നീ തീയിൽ കൂടി കിടക്കും, അഗ്നിജ്വാലയിലൂടെയും കിടക്കും. പക്ഷെ അവിടെ എവിടെയെങ്കിലും ഇതെന്തെങ്കിലും കീഴ്പ്പെടുത്തുന്നതായിട്ട് പറയുന്നുണ്ടോ? ഉണ്ടോ? നീ വെള്ളത്തിൽ കൂടി കിടക്കും, അത് നിന്റെ മേൽ എന്ത് ചെയ്യല, കവിയേല. അപ്പൊ വെള്ളത്തിൽ കൂടി കിടക്കണോ? അപ്പൊ നമ്മുടെ ന്യൂജൻ ആളുകൾ പറയുന്ന എന്താണ്? വെള്ളത്തിൽ കൂടി കിടക്കണ്ട, തീയിലൂടെ കിടക്കണ്ട. സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കണം, പുതിയ നിയമത്തിൽ നിത്യത ആഗ്രഹിക്കുന്ന ഭക്തനാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ട്. പക്ഷെ പ്രതിസന്ധി മാറുന്ന ഒരു ശുശ്രൂഷ ഇവിടെ ആർക്കും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. കർത്താവ് പറഞ്ഞ, വേറെ ആരെങ്കിലും ആണോ? പാസ്റ്റർ മെജോഷ് മത്തായി ആണോ പറഞ്ഞത്? ആണോ? ജെസി ആന്റി ആണോ പറഞ്ഞത് നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന്? നമ്മുടെ കർത്താവ് പറയുകയാണ് കഷ്ടമുണ്ടെന്ന്. കർത്താവ് പറയും, ഇങ്ങനെ അനേക കഷ്ടങ്ങളിലൂടെ നിങ്ങൾ ദൈവരാജ്യത്തിൽ. ഹലോ, സ്തോത്രം. ആമേൻ. കർത്താവ് തന്നെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇടുക്കുവാതിലൂടെ. പക്ഷെ ഇതൊന്നും ആളുകൾ കാണുന്നില്ല. പ്രിയരെ, നമുക്ക് കഷ്ടമുണ്ട്, പക്ഷെ ആ കഷ്ടതയെ ജയിക്കാനുള്ള കൃപ കൂടി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ബലം. ആമേൻ. അതുകൊണ്ട് 2 കൊരിന്ത്യർ ലേഖനം 12:7 മുതൽ 9 വരെ പൗലോസ് പറയുകയാണ്, ആമേൻ, വെളിപ്പാടുകളുടെ ആധിക്യം കൊണ്ട് നിഗളിച്ചു പോകാതിരിക്കാൻ കർത്താവ് എനിക്ക് എന്ത് ചെയ്തു? ഒരു ശൂലം, യഥാർത്ഥ വേർഷൻ മുള്ളെന്നാട്ടോ, മുള്ള് തന്നിരിക്കുന്നു. ആമേൻ. ഞാൻ 3 പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ മുള്ളൊന്ന് മാറ്റണേ, ഈ പ്രതിസന്ധി ഒന്ന് മാറ്റണേ, ഈ പ്രതികൂലം ഒന്ന് മാറ്റണേ. കർത്താവ് പറഞ്ഞ എന്താണെന്നറിയാവോ? ഞാൻ നിന്റെ ശൂലം എന്ത് ചെയ്യല, മാറ്റുകയല്ല, പക്ഷേ അതിനെ ജയിക്കാനുള്ള കൃപ ഞാൻ നിനക്ക് തരാം. അങ്ങനെ തന്നെയല്ലേ അവിടെ കൊടുത്തിരിക്കുന്നത്? ആണോ? എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? ആമേൻ. നിന്റെ ശൂലം മാറ്റിയാൽ നീ ഇല്ലെന്ന്, നിന്റെ പ്രശ്നം മാറിയാൽ നീ ഇല്ലെന്ന്, നിന്റെ പ്രതിസന്ധി മാറിയാൽ നീ ഇല്ലെന്ന്, പക്ഷെ അതിനെ ജയിക്കാനുള്ള കൃപ ഞാൻ നിനക്ക് തരാം.
ആമേൻ. എനിക്കിത് ആവേശത്തോടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണമെന്നുണ്ട്. പക്ഷെ സൂം പ്ലാറ്റ്ഫോം ആയി പോയില്ലേ, എല്ലാത്തിനും പരിമിതി ഉണ്ടല്ലോ. നിങ്ങളിത് ഏറ്റെടുക്കണം കേട്ടോ, ഈ വചനം നിങ്ങൾ ഏറ്റെടുക്കണം. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുക. ഈ കാലഘട്ടത്തിൽ എങ്ങനെ മുൻപോട്ട് പോകും, എങ്ങനെ ജീവിതം മുൻപോട്ട് ചുവട് വെക്കുമെന്ന് ചിന്തിച്ചിരിക്കുന്ന മാതാവേ, പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്നത് സ്തോത്രം, സ്തോത്രം, നിന്റെ പ്രശ്നം മാറുന്നതിനേക്കാൾ അതിനെ ജയിക്കാനുള്ള കൃപ ഞാൻ നിനക്ക് തരാം. ഇതിനേക്കാൾ കൂടുതൽ വാഗ്ദത്തം എന്താ നമുക്ക് വേണ്ടേ? ആമേൻ. ജയിക്കാനുള്ള കൃപ. അടുത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. കഷ്ടത എന്നുള്ളത്, ഞെരുക്കം എന്നുള്ളത്, ശൂലം എന്നുള്ളത് നിത്യതയിലേക്കുള്ള ആദ്യ പടിയാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കർത്താവ് നമുക്ക് മാതൃക വെച്ചേച്ചു പോയി. എല്ലാത്തിനും മാതൃകയായിരുന്നു. കഷ്ടം സഹിക്കുന്നതിൽ പോലും മാതൃകയായിരുന്നു പൗലോസും പത്രോസും. നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചേ, പൗലോസും ശീലാസൊക്കെ ഒരു ദിവസം മുഴുവൻ കർത്താവിന്റെ വേല ചെയ്ത് സ്തോത്രം, ഭൂതത്തെ ശാസിക്കൊണ്ട് അവരെ അടിച്ച് പരവശരാക്കി കാലും കൈയും ബന്ധിച്ച് കാരാഗൃഹത്തിന്റെ അകത്തെ തടവിലിട്ടെന്നല്ലേ നമ്മൾ വായിക്കുന്നേ? അവരെന്തെങ്കിലും പരാതി പറഞ്ഞോ? കർത്താവേ, ഇന്നത്തോടെ ഈ പരിപാടി നിർത്തി എന്ന് പറഞ്ഞോ? ഇല്ല. നമ്മളൊക്കെ ചെറിയ പ്രശ്നം വരുമ്പോ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇനി ഇന്നത്തോടെ ഈ പരിപാടി, ഇനി പ്രാർത്ഥനയില്ല, ഇനി ഉപവാസമില്ല. ചിലരൊക്കെ അങ്ങനെ പിണങ്ങിയിരിക്കാറുണ്ട്. എന്താ കാര്യം? ചിലർ ചോദിക്കുന്ന, ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടും ഇങ്ങനെ കഷ്ടതയാ, ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടും മക്കൾ മടങ്ങി വരുന്നില്ല, ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടും ഈ അച്ചായനൊരു വ്യത്യാസവും ഇല്ല. സ്തോത്രം. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടും ഒരു വിടുതൽ എന്ത് ചെയ്യില്ല, നടക്കുന്നില്ല. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് 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 അല്ലേ? അതുകൊണ്ട് ഇനി പ്രാർത്ഥിക്കുന്നില്ല, ഇനി ബൈബിൾ വായിക്കുന്നില്ല, ഇനി കൂട്ടായ്മയ്ക്ക് പോകുന്നില്ല. രഹോബോത്ത് മിനിസ്ട്രിയിൽ എല്ലാ ദിവസവും മുഴങ്ങി കേൾക്കുന്ന വചനം എന്താ? ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്റെ കൂടെയുണ്ട്. പക്ഷെ ഇത് എത്ര കേട്ടിട്ട് ജീവിതം, ഇനി ഞാൻ രഹോബോത്ത് മിനിസ്ട്രിയിൽ എന്ത് ചെയ്യുന്നില്ല, കേറുന്നില്ല. സ്തോത്രം. കാരണം ഇത് ദൈവം കേൾക്കുന്നില്ലല്ലോ. പക്ഷെ ഞാനൊരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. ഈ കഷ്ടത എന്നുള്ളത്, ജീവിതത്തിലെ ഒറ്റപ്പെടൽ, ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു കാലത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ട്, കർത്താവേ, എനിക്ക് ഈ പ്രശ്നങ്ങളൊന്നും വേണ്ട, പ്രതിസന്ധികളൊന്നും വേണ്ട, എനിക്ക് താങ്ങാൻ പറ്റില്ല. പല പ്രശ്നങ്ങളും ജീവിതത്തിൽ വന്നപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് പ്രശ്നം വേണ്ട. പക്ഷെ ഇന്ന് ഞാൻ ഈ വചനത്തെ മുൻനിർത്തി നിങ്ങളോട് പറയാ, സ്തോത്രം, ഇന്ന് ഞാൻ പ്രശ്നങ്ങളെ സ്വാഗതം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കർത്താവേ, എനിക്ക് വേണം പ്രതിസന്ധികൾ, എനിക്ക് വേണം ഒറ്റപ്പെടല്. എത്ര പേർക്ക് പറയാൻ ധൈര്യമുണ്ട്? അയ്യോ, ഉള്ളത് തന്നെ എങ്ങനാ കൊണ്ടുപോകുന്നെന്ന് അറിയില്ല പാസ്റ്ററെ, പിന്നെ അടുത്തോടെ മേടിച്ച് വെക്കാൻ എനിക്ക് വയ്യ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ കൃപയുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, കഷ്ടത ഒഴിഞ്ഞിട്ടൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിത്യതയിലുള്ളൂ, ഈ ഭൂമിയിൽ ഇല്ലവേ ഇല്ല. ആമേൻ. നമ്മുടെ പിതാക്കന്മാർ അതിന് തെളിവാ. നമ്മുടെ പിതാക്കന്മാർ ആരാ സുഖം അനുഭവിച്ചത്? നിങ്ങളൊന്ന് പറഞ്ഞേ. നമ്മുടെ പിതാക്കന്മാർ ഉദ്ദേശിച്ചത്, ഞാനിങ്ങനെ ചിന്തിക്കുക, ഞങ്ങളൊക്കെ വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്തൊക്കെ പ്രിയ ജിസിയാന്റിയുടെ അമ്മ പ്രിയ സൂസാന്റി, അതുപോലെ തന്നെ അവിടെ അവര് താമസിക്കുന്നിടത്ത് ഒരു 3-4 അമ്മമാരുണ്ടായിരുന്നു കേട്ടോ. സൂസാന്റി, റീനമ്മ, ചിന്നമ്മ. ചിന്നമ്മ എന്ന് പറഞ്ഞാൽ എന്റെ മമ്മിയുടെ അനിയത്തിയാണ്. എന്റെ മമ്മിയുടെ അനിയത്തിയ ചിന്നമ്മ. ജിസ്യേച്ചിയുടെ അമ്മയാണ് പിന്നെ സൂസാം അമ്മ, റീനമ്മ. ഇവരൊക്കെ കൂടി ഇരുന്ന് എന്ത് ചെയ്യാ, ഇവരുടെ 3 പിതാക്കന്മാരും ഭർത്താക്കന്മാരും കുടിയന്മാരും ഒരു വല്ലാത്ത പരുവത്തിൽ ജീവിക്കുന്നവരാ. പക്ഷെ അമ്മ ദൈവം അവർക്ക് കൊടുത്ത പ്രത്യാശയും പ്രതീക്ഷയും ഒക്കെയാ എന്നെ പോലെ ഒരു ശുശ്രൂഷകനൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാവോ? സ്തോത്രം. എനിക്കൊക്കെ വേണ്ടി എത്ര കരഞ്ഞിട്ടുണ്ട് ആ സഹോദരി എന്നറിയാവോ? ആ കുടുംബം എത്ര കരഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? കാരണം അത്രത്തോളം തകർന്ന് ഒരു നിലയിലും കയറി വരാൻ സാധ്യതയില്ലാത്ത ഒരു കുടുംബത്തിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇന്ന് പ്രതീക്ഷയുണ്ട്. എന്താ കാര്യം എന്നറിയാമോ? അവർക്ക് പറയാം, ഞാൻ ആദ്യം ആരായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിന്റെ സാഹചര്യം എന്തായിരുന്നു. അപ്പോൾ ഇത് അറിയുന്നവർക്ക് സ്തോത്രം അറിയാം. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഞാൻ ഇന്ന് ദൈവത്തോട് പറയുന്ന ഒരു കാര്യം, കർത്താവേ, ഞാൻ പ്രശ്നങ്ങളെ സ്വാഗതം ചെയ്യുന്നു, അങ്ങ് അനുവദിക്കുന്നതാണെങ്കിൽ. അപ്പം 3 നിലകളിൽ പ്രശ്നങ്ങളുണ്ട്. ഞാൻ സമയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പോകും കേട്ടോ. ഓക്കെ. അപ്പം കഷ്ടത നിത്യതയിലേക്കുള്ള വഴിയാണെന്ന് എത്ര പേർ മനസ്സിലാക്കുന്നു? നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ച കഷ്ടതയും വേദനയും സങ്കടങ്ങളും അവർക്ക് എന്തെങ്കിലും സ്വസ്ഥത അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടോ? അവർക്ക് എന്തെങ്കിലും ഒറ്റപ്പെടലില്ലാതിരുന്നിട്ടുണ്ടോ? അവരുടെ ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ടായിട്ടും അവരുടെ അകത്തുള്ള
ഒരു പ്രത്യാശ എന്നാണെന്നറിയാവോ? ഇതല്ല ജീവിതം, ഇതിനപ്പുറം ഒരു ജീവിതം ഉണ്ടെന്നുള്ള പ്രത്യാശ. ഇന്ന് നിങ്ങളും അത് ഏറ്റെടുക്കണം പ്രിയരെ. ഇതൊന്നുമല്ല ജീവിതം, ഇതിനപ്പുറം എനിക്കും നിങ്ങൾക്കും ഒരു സന്തോഷമുള്ള ജീവിതമുണ്ട്. എന്ന് തീരും എന്റെ കഷ്ടം ഇന്നി മഞ്ഞിലേ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. നമ്മൾ പാട്ട് പാടിയാ മാത്രം പോരാ, നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് പാട്ട് പാടി തകർക്കുന്നവരാ. പക്ഷെ അതിന്റെ അർത്ഥം ഗ്രഹിച്ച് പാടിയാൽ നമുക്ക് പ്രത്യാശയുണ്ടാവും. ഇന്നത്തെ പാട്ടിലും ആരാധനയിലും എന്താ ദൈവസാന്നിധ്യം ഉറങ്ങാത്തതെന്ന് അറിയാവോ? ആമേ സ്തോത്രം, അല്ലേ? എന്താ ദൈവസാന്നിധ്യം ഉറങ്ങാത്തെ? ആമേ, നമുക്കത് ഗ്രഹിച്ച് പാടാൻ പറ്റുന്നില്ല, അല്ലേ? നമ്മളങ്ങ് കൂടെ പാടാൻ നേരത്തെ നമ്മൾ എന്ത് ചെയ്യുക? അങ്ങ് പാടുക. നമ്മുടെ പിതാക്കന്മാർ അങ്ങനെയല്ലായിരുന്നു, അവരതിലങ്ങ് ആകുകയായിരുന്നു, അല്ലേ? ഇന്നത്തെ പോലെ ഞാൻ സ്നേഹിക്കുന്നേ എന്നുള്ള പാട്ട് മാത്രമല്ല. ആമേ, ഇന്നത്തെ പാട്ടുകളൊക്കെ ഒരുമാതിരി പാട്ടുകളായി മാറിയപ്പോൾ, ആമേ സ്തോത്രം, പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ അനുഭവങ്ങളിൽ എഴുതിയ പാട്ടുകളൊക്കെ അവർ ഒന്നിച്ച് പാടിയപ്പം, ആമേ സ്തോത്രം, അവരറിയാതെ കരഞ്ഞു പോകും, അവരറിയാതെ നിലവിളിച്ചു പോകും, അവരറിയാതെ ദൈവത്തെ സ്തുതിച്ചു പോകും. അവർ ആരാധിക്കുകയല്ലായിരുന്നു, അവരെ ദൈവം ഉപയോഗിക്കുകയായിരുന്നു. സ്തോത്രം. അന്നൊക്കെ ആമേൻ ആമേൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ദിവസം ഏറ്റവും കൂടുതൽ ദൈവത്തോട് സംസാരിക്കുന്നവനാണ് പ്രാർത്ഥനാ മനുഷ്യനേക്കാൾ കൂടുതൽ ദൈവത്തോട് സംസാരിക്കുന്നവൻ. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തിലൊക്കെ അവര് ആമേൻ സ്തോത്രം, ഈ എന്താ പറയാ, മലയാളം പറയുന്നതിനേക്കാൾ കൂടുതൽ അന്യഭാഷ പറയുന്ന ഒരു കാലം അവർക്കുണ്ടായിരുന്നു. ഹലോ, എത്ര പേർക്ക്? എനിക്ക് ഈ പണ്ടത്തെ കാലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കുറെ അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് ഈ പണ്ടത്തെ കാലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അന്നുള്ള ആളുകളെ ദൈവം നിലനിർത്തി. അവരുടെ പ്രത്യാശ ഇവിടെ അല്ലായിരുന്നു. ഇവിടെ എനിക്ക് ഇനി വലിയ ഒരു കൊട്ടാരം ഉണ്ടാവുമെന്നും എന്റെ തലമുറകൾ ഇങ്ങനെ ആവുമെന്നൊന്നും പ്രതീക്ഷയില്ല. പക്ഷേ അതും ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഉയർന്നു കേൾക്കേണ്ട ശബ്ദം എന്താണെന്നറിയാവോ? കർത്താവേ, എന്റെ തലമുറ അങ്ങനെ ആക്കണേ, ഇങ്ങനെ ആക്കണേ, അവിടെ വിടണേ, ഇവിടെ വിടണേ, നല്ല അഡ്മിഷൻ കൊടു. ഇതൊന്നും അല്ല നമ്മുടെ പ്രാർത്ഥനാ വിഷയം. നമ്മുടെ പ്രാർത്ഥനയുടെ രീതിയെല്ലാം മാറിപ്പോയത് കൊണ്ട് ഒരു ആത്മസാന്നിധ്യം ഇല്ല പ്രാർത്ഥനാ മുറിക്കകത്ത്. ഞാനൊരു കാര്യം പറയട്ടെ, ആദ്യ കാലങ്ങളിലൊക്കെ നമ്മുടെ സഭായോഗത്തിന് രണ്ടുപേര് പ്രാർത്ഥിക്കാന്ന് പറയാൻ നേരത്ത് പ്രാർത്ഥിക്കുമ്പോ എന്തൊരു ഉണർവായിരുന്നു പ്രിയരെ. ഒരാൾ പ്രാർത്ഥിക്കാൻ നേരത്ത് ആത്മാവിന്റെ എന്റെ മുമ്പിൽ തല നരച്ച അമ്മച്ചിമാരെയൊക്കെ ഞാൻ കാണുന്നുണ്ട്. അവൻ നിങ്ങളൊന്ന് ആദ്യ കാലത്തിലേക്കും തിരിഞ്ഞു പോയി. ഒരാൾ പ്രാർത്ഥിക്കാൻ നേരത്ത് ആത്മസാന്നിധ്യത്തിന്റെ ഒരു പകർച്ച അത് ശരീരത്തിൽ അനുഭവിക്കാൻ പറ്റില്ലായിരുന്നോ? ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്? ഇന്നാണെങ്കിൽ ഒരാൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയായിരുന്നാലും പ്രബോധനമായിരുന്നാലും പ്രസംഗമായിരുന്നാലും സ്തോത്രം, മറ്റുള്ളവനെ വെട്ടാൻ വേണ്ടിയാ എന്ത് ചെയ്യുന്നത്? ഇതൊക്കെ പലപ്പോഴും ഉപയോഗിക്കുന്നത്, അല്ലെ? പ്രസംഗമായിരുന്നാലും പ്രാർത്ഥനയായിരുന്നാലും. പക്ഷെ നമ്മളൊരു കാര്യം ചിന്തിക്കണം, നമ്മുടെ പ്രാർത്ഥന എന്നുള്ളത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് അടുത്ത തലത്തിലേക്ക് എത്തപ്പെടണം. അല്ലെങ്കിൽ അവിടെ കൂടി നിൽക്കുന്നവരുടെ മേൽ ആ പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെടുന്ന നിലയിലായിരിക്കണം. ആമേൻ. ഇവരൊക്കെ പ്രാർത്ഥിച്ചു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ഇവരൊന്നും പ്രാർത്ഥിച്ചില്ല. കാരണം എന്റെ മക്കളെ അന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അന്ന് സ്തോത്രം, സൂസാനമ്മ പ്രാർത്ഥിച്ച് കാണുകയല്ല എന്റെ തലമുറകളെ ഇവിടെയൊക്കെ എത്തിക്കണേ എന്ന്. കാരണം അത് പ്രാർത്ഥിക്കാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ലായിരുന്നു പ്രിയരെ. എന്ന് പറഞ്ഞാൽ എന്റെ മക്കളെ കുറിച്ച് സ്വപ്നം കാണാനുള്ള എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ടെന്ന് അറിയില്ല. വ്യക്തമായി പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുക. നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ മക്കളെ കുറിച്ച് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലൂടെ നിങ്ങൾ പോയിട്ടില്ലേ? ആമേൻ. പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ പോയിട്ടില്ലേ? സ്വപ്നം കാണാൻ പറ്റാത്ത നിലയിൽ പോയിട്ടില്ലേ? സ്തോത്രം. പക്ഷേ സ്തോത്രം, അവിടെ അന്ന് പ്രാർത്ഥിച്ചത് കർത്താവേ എന്റെ മക്കൾക്ക് അത് കൊടുക്കണേ ഇത് കൊടുക്കണേ എന്നല്ല. അന്ന് അവർ പ്രാർത്ഥിച്ചത് ഇങ്ങനെ, കർത്താവേ എന്റെ മകൻ എന്റെ മകൾ ക്രിസ്തീയ ജീവിതം ത്യജിക്കാൻ ഇടവരുത്തല്ലേ, അവന്റെ മേൽ അഭിഷേകം പകരണേ, അവളുടെ മേൽ അഭിഷേകം പകരണേ, വചനം വിട്ടു മാറിപ്പോകാൻ എന്റെ തലമുറയെ അനുവദിക്കല്ലേ. ഈ പ്രാർത്ഥനാ ശബ്ദമാണോ ഇന്നത്തെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നത്? എത്ര പേർ കണ്ണുനീരോടെ പഴയ കാലത്തെ ഓർത്തെടുക്കുവാനിടയായി തീരും. ഇന്ന് നമ്മുടെ പ്രാർത്ഥനയുടെ ലെവലെല്ലാം മാറി, വല്ലാതെ യാചിക്കാൻ തുടങ്ങി, ഭൗതികതയ്ക്ക് വേണ്ടി പൂസിക്കാൻ തുടങ്ങി. ഞാനൊരു കാര്യം പറയാം, ഭൗതികതയ്ക്ക് വേണ്ടി. കഴിഞ്ഞ ദിവസം ഞാൻ റേഡിയന്റ് ജനറേഷൻ എന്ന് പറഞ്ഞ ഒരു മിനിസ്ട്രി ഉണ്ട്. ആ മിനിസ്ട്രിയില് ഞാൻ ക്ലാസ് എടുത്തു. ബൈബിൾ എത്തിക്സ് എന്നുള്ള വിഷയം എടുത്ത്. എത്തിക്സ് ഒന്നും പഠിപ്പിച്ച് തീരുകയല്ല, 2 ക്ലാസ്സാണ് ഉള്ളത്. എത്തിക്സ് പറഞ്ഞു തീരാൻ തന്നെ ഒരു 10 ക്ലാസ് എങ്കിലും വേണം. പക്ഷെ അതിൽ ഞാൻ എടുത്ത വിഷയം ഏതാണെന്ന് അറിയാവോ? ഞാൻ അതിൽ നിന്ന് അടർത്തിയെടുത്തൊരു വിഷയം ദൈവവചനം എന്ത് പറയുന്നു അത് എന്നുള്ള ഒരു വിഷയമാണ്.
അപ്പൊ ദൈവവചന ഉപവാസം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാധന എന്ന്. ഈ 3 വിഷയം എടുത്തു. പ്രിയരെ കേൾക്കണോ? ആ 3 വിഷയം പ്രസംഗമായിട്ടല്ല, ഇപ്പൊ ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗമായിട്ടല്ല എടുത്തത്, ക്ലാസ് ആയിട്ട് എടുത്തത്. അപ്പോൾ അത് ക്ലാസ് ആയിട്ട് എടുത്തപ്പോൾ ഉണ്ടായ ഒരു സംഭവം നിങ്ങൾക്ക് കേൾക്കണോ? ഇവരുടെ ഫീഡ്ബാക്ക് വന്നപ്പോ എന്നെ വളരെ അത്ഭുതപ്പെടുത്തി. വേറൊന്നുമല്ല, അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്ററെ ഞങ്ങൾ ഇതുവരെ ഉപവസിച്ചു എന്നുള്ളത് സത്യമാ, പക്ഷേ ഇപ്പോഴാണ് ആകുന്നത് ഉപവാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന്. ബൈബിളിൽ പറയുന്ന ഉപവാസം ഇതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. പ്രാർത്ഥിക്കാറുണ്ട് പാസ്റ്ററെ, പക്ഷെ യഥാർത്ഥ പ്രാർത്ഥന എന്താണെന്ന് ഇപ്പോഴാണ് ഒരു കാര്യം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ദൈവസഭയ്ക്കകത്ത് ഈ ഗോലിയാത്തും ദാവീദും ഏലിയാവും പ്രസംഗിച്ച് ജനത്തെ ജഡത്തിൽ അവരെ തമ്മി തല്ലിക്കാതെ, സ്വത്രം അവരൊക്കെ വേണം. ഏലിയാവ് നല്ല പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു പ്രിയരെ. ദാവീദ് നന്നായി ദൈവത്തിന് പ്രയോജനപ്പെട്ടവനായിരുന്നു, ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നവനായിരുന്നു. ഇതൊക്കെ ശരിയാ, പക്ഷെ അതിലുപരിയായി നമ്മുടെ ഹൃദയത്തെ അവരെയൊക്കെ നമുക്ക് ഉദാഹരണങ്ങളായി എടുക്കാം പ്രിയരെ. പക്ഷെ അതിലുപരിയായി ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ഉരുത്തിരിയുന്ന ദൈവശബ്ദമായി ദൈവസഭയ്ക്കകത്ത് അത് മുഴങ്ങിക്കേൾക്കുമുണ്ടാകുന്ന ഒരു വിടുതലുണ്ടല്ലോ, ഒരു വിശാലതയുണ്ടല്ലോ, അത് സ്തോത്രം, അതിലേക്ക് നാം മടങ്ങി വരുവാൻ തയ്യാറാകണം പ്രിയരെ. അപ്പൊ കഷ്ടത എന്നുള്ളത് നിത്യതയിലേക്കുള്ള ആദ്യ പടിയാണെന്ന് ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, കഷ്ടത മാറാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്, കഷ്ടത ജീവിതത്തിൽ വേണം. കാരണം ഓരോ കഷ്ടത അനുഭവിക്കുമ്പോൾ എൻ്റെ അപ്പൻ എന്നോട് പറയാറുള്ള കാര്യമുണ്ട്. ഞാൻ ചില സമയത്തൊക്കെ ഒരു ദിവസം ഞാൻ ഒരു ദിവസം ഒരു 6-7 മണിക്കൂർ ഞാൻ ഒരു പ്രശ്നത്തിന്റെ നടുവിൽ ആകപ്പെട്ടു. എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ വിചാരിക്കുന്ന പ്രശ്നങ്ങളൊന്നുമല്ല, ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലുള്ള ഭാരങ്ങളും അല്ലെങ്കിൽ ആ ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയ സമയത്ത് ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഒരു ദിവസം പ്രാർത്ഥിക്കാതിരിക്കുക, ഞാൻ ആലയത്തിൽ വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവിന്റെ സ്ഥലം ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് തോന്നുന്നു ഒരു 6 മണിക്കൂറോളം ഞാൻ പ്രാർത്ഥിച്ചു, ഒരൊറ്റ ഇരുപ്പിൽ 6 മണിക്കൂർ പ്രാർത്ഥിച്ചു. ഈ 6 മണിക്കൂർ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാകുന്നില്ല. സ്തോത്രം. ഞാൻ ദൈവത്തോട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ, കാരണം ഇനി അങ്ങേക്ക് എന്നെ വേണ്ടേ, സ്തോത്രം. പക്ഷെ ഈ കുറച്ച് കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്നാണെന്നറിയാവോ? ഞാൻ ഭാരപ്പെട്ട വിഷയത്തിന് മറുപടിയായിട്ട് ദൈവം സ്തോത്രം വെളിപ്പെടുകയും ചെയ്തു. പക്ഷെ അവിടെ ദൈവശബ്ദം എനിക്ക് മുഴങ്ങി കേൾക്കാൻ ഇടയായിത്തത് എന്താണെന്നറിയാവോ? നീ അനുഭവിക്കുന്ന കഷ്ടത എന്നുള്ളത് നിനക്കുള്ള ചവിട്ടുപടിയാണ്. അപ്പൊ കഷ്ടത വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഉയരാനുള്ള ചവിട്ടുപടി വേണ്ടെന്നാ ഞാൻ പറയുന്നത്. ഹലോ, എത്ര പേർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്? ചിലപ്പോ ഇന്നലകളിലൊക്കെ നിങ്ങൾ കേട്ടത് കഷ്ടതയില്ലാത്ത ജീവിതം, വേദനയില്ലാത്ത ജീവിതം. അപ്പൊ ഞാൻ നേരെ തിരിച്ചാണോ പ്രസംഗിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകരുത്. നിങ്ങൾക്ക് ഈ വചനത്തിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, കഷ്ടതയില്ലാത്ത ഒരു ജീവിതം ഈ ലോകത്തിലില്ല പ്രിയരെ. പിന്നെ തന്നാൽ വാങ്ങാം, നന്മ തന്നാൽ വാങ്ങാം, നല്ല വീട് തന്നാൽ വാങ്ങിക്കോ, നല്ല ജോലി തന്നെ വാങ്ങിക്കോ, നമ്മുടെ കുഞ്ഞുങ്ങൾ എഞ്ചിനീയർ ആകട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ കളക്ടർ ആകട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ IPS-കാരും IAS-കാരും ഒക്കെ ആകട്ടെ, പക്ഷേ ഇതെല്ലാം ആയിട്ട് ഇവർ നിത്യതയിലില്ലെങ്കിൽ എന്താ പ്രയോജനം? ഇതാ എന്റെ ചോദ്യം. നമ്മുടെ കുഞ്ഞ് കളക്ടറായി, വയനാട് ജില്ലാ കളക്ടർ, മെജോഷ് മത്തയുടെ മകൾ സ്റ്റിയ മേരി മെജോഷ് വയനാട് ജില്ലാ കളക്ടർ. എനിക്ക് ഭയങ്കര അഭിമാനം. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ മരണം കൊണ്ടോ കർത്താവിന്റെ വരവ് കൊണ്ടോ സ്തോത്രം എന്റെ ജീവിതം അസ്തമിച്ചാൽ ശേഷം എന്റെ കുഞ്ഞ് നിത്യതയിൽ ഇല്ലെങ്കിൽ പിന്നെ അവള് കളക്ടർ ആയതുകൊണ്ട് എന്താ കാര്യം? കുഞ്ഞുങ്ങൾക്ക് ജോലി വേണോ? ദൈവം തന്നാൽ വാങ്ങിക്കണം കേട്ടോ. സാലറി വേണോ? അത് 5-10 ലക്ഷം മേടിച്ചോ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കണം, പാവപ്പെട്ടവരെ സഹായിക്കണോ, എല്ലാം സ്വന്തം അക്കൗണ്ടിൽ നിറച്ച് എന്ത് ചെയ്യരുത്, അന്തിക്രിസ്തുവിന് വേണ്ടി ശേഖരിച്ച് വെക്കാതിരുന്നാ മതി. ദൈവം തരുന്നതിനനുസരിച്ച് കൊടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഈ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ ഇല്ലായ്മയുടെ കാലത്തൊക്കെ കൊടുക്കാൻ നമ്മളൊക്കെ ഭയങ്കര മിടുക്കരായിരുന്നു. പക്ഷെ ഇപ്പൊ കുറെ കിട്ടിക്കഴിയുമ്പോ ഇത് എവിടെ ശേഖരിക്കും എന്നുള്ളതാ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലായ്മ ദൈവം നമുക്ക് വരുത്തിയത് എന്തിനാണെന്നറിയാവോ? ഇനി ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിനനുസരിച്ച് ഇന്നലെ ജിസ്റ്റേജ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ചോദിച്ചു ഏതെങ്കിലും ടോപ്പിക് പ്രസംഗിക്കണോന്ന് ചോദിച്ചപ്പോ ഇല്ല, ദൈവാത്മാവിന്റെ നിയോഗം പ്രസംഗിച്ചാൽ മതി, നിയോഗം അനുസരിച്ച് ശുശ്രൂഷിച്ചോളാൻ പറഞ്ഞു. സ്തോത്രം. എനിക്ക് തോന്നുന്നു നിയോഗം അനുസരിച്ചാ പോകുന്നതെന്ന് തോന്നുന്നു. സ്തോത്രം. അപ്പം ദൈവം നമുക്കില്ലായ്മ വരുത്തിയത് എന്തിനാണെന്നറിയാവോ? ദൈവം ശൂന്യത വരുത്തിയത് എന്തിനാണെന്നറിയാവോ? ഞാൻ നിങ്ങളോട് പറയാം. സ്തോത്രം. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ നേരത്ത് സ്തോത്രം, ഞാനൊരു മർമ്മം ഞാൻ നിങ്ങളോട് പറയും. ഒരു പ്രതീക്ഷയില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ദൈവവചനമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനായി നിൽക്കുമെന്ന് പോലും ഒരു പ്രതീക്ഷയില്ലാത്ത മനുഷ്യനായിരുന്നു ഞാൻ. സ്തോത്രം. പല നിലകളിൽ നഷ്ടങ്ങൾ മാത്രം.
പല നിലകളിൽ നിന്ദകളും ഒറ്റപ്പെടലുകളും. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, എന്റെ ചെറുപ്രായത്തിൽ തന്നെ ഞാന് മറ്റുള്ള വീടുകളിൽ ചെന്ന് സ്തോത്രം അവിടുത്തെ മിറ്റുപടിക്കാനും പാത്രം കഴുകാനും പോയിട്ടുള്ള 4 ഹോട്ടലിൽ പാത്രം കഴുകിയ കയ്യാ കേട്ടത്. 4 ഹോട്ടലുകളിൽ. എന്തിനു വേണ്ടിയാണെന്നറിയാവോ? സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ എന്റെ ആ ശൂന്യത എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എന്റെ പട്ടിണി എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എനിക്കിന്ന് പട്ടിണി കിടക്കുന്നവരെ പറഞ്ഞില്ലെങ്കിൽ എനിക്കറിയാം അവൻ പട്ടിണിയാണെന്ന്, അവന്റെ വീട്ടിലൊന്നുമില്ലെന്ന്. സ്തോത്രം. ജീവിതത്തിൽ ഭാരം അനുഭവിക്കുമ്പം ഇനി എത്ര ചിരിച്ചാലും എനിക്ക് തിരിച്ചറിയാൻ പറ്റും അവൾ ഭാരം അനുഭവിക്കുന്നുണ്ട്, ആ സഹോദരൻ ഭാരം ആ കുടുംബം ഭാരത്തിലൂടെയാ കടന്നു പോകുന്നത്. എന്റെ ജീവിതത്തിൽ വന്ന ശൂന്യത, ചിലരിങ്ങനെ പറയാറുണ്ട്, എന്റെ കാലത്ത് ഞാൻ കുറെ കഷ്ടപ്പെട്ടു അതുകൊണ്ട് അവരും കഷ്ടപ്പെടട്ടെ എന്ന്. ഹലോ, അങ്ങനെയാണോ? അങ്ങനെയാണോ? എന്തിനാ എന്നെ ദൈവം പട്ടിണി കിടത്തിയെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, പട്ടിണി കിടക്കുന്നവരെ കണ്ടാൽ സഹായിക്കാൻ വേണ്ടിയാ. എന്തിനാ ഞെരുക്കം വരുത്തിയത് എന്റെ ജീവിതത്തിൽ എന്ന് ദൈവം ചോദിച്ചാ, അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, എന്നെ ഞെരുക്കത്തിലൂടെ കടത്തി വിടുന്നത് ഞെരുക്കത്തിലൂടെ പോയവരെ കണ്ടറിഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ടാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ലക്ഷം കിട്ടിയ സാലറി പോരാ, 6 ലക്ഷത്തിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ല നിങ്ങളെ ദൈവം വിളിച്ചത്. ആമേൻ. നിങ്ങളുടെ തലമുറകളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങളുടെ കൊച്ചുമക്കളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ ഇന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ദൂത് പറയുന്നത്, നിങ്ങളുടെ തലമുറകളെ കുറിച്ച് നീ ഭാരപ്പെടുന്നെങ്കിൽ, അവർക്കൊരു നല്ല ജോലിയില്ലാതെ, അവർക്ക് നല്ല ഒരു നിലവാരമില്ലാത്ത നിലയിലൂടെയാ പോകുന്നതെങ്കിൽ, അവരെ കുറിച്ച് നീ ഭാരപ്പെടുന്നെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നു, അവരെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ, അവൾ ദൈവകൃപയിൽ നിൽക്കണം, അവൻ ദൈവകൃപയിൽ നിൽക്കണം, എന്റെ ഭർത്താവ് ദൈവകൃപയിൽ നിൽക്കണം, എന്റെ ഭാര്യ ദൈവകൃപയിൽ നിൽക്കണം. ആത്മമണ്ഡലത്തെ മുൻനിർത്തി നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചു തുടങ്ങ്. അവർക്ക് മാറ്റം ദൈവം നൽകുമെന്ന് പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കും? സ്തോത്രം. ഹല്ലേലൂയ. അപ്പം കഷ്ടത നിത്യതയിലേക്കുള്ള ആദ്യ പടിയാണ്. വചനം എങ്ങനെ പറയുന്നുണ്ട്? റോമാലേഖനം 5:2 പറയുന്നത്, കഷ്ടത സഹിഷ്ണുതയെയും കഷ്ടത സഹിഷ്ണുതയെയും സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കഷ്ടത, സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ. നമ്മുടെ പ്രത്യാശ എന്താ? ഒരാള് മ്യൂട്ട് മാറ്റിയിട്ടൊന്ന് പറഞ്ഞേ, നമ്മുടെ പ്രത്യാശ എന്താ? ആൻസി ആന്റി പറഞ്ഞേ, ആൻസി ജേക്കബ് ഒന്ന് പറഞ്ഞേ, നമ്മുടെ പ്രത്യാശ എന്താ? കർത്താവിന്റെ കൂടെ പോവാ. നിത്യത അല്ലേ? ആണോ ദേവകി അമ്മച്ചിയെ? ആണോ? നിത്യതയാണോ? സ്തോത്രം. ചിലരുടെയൊക്കെ പേര് 2021 കിടക്കുന്നത്, അതുകൊണ്ട് പിന്നെ എനിക്ക് അറിയില്ല ആന്റിമാരുടെ പേരെന്താ അതൊക്കെ. സ്തോത്രം. അല്ലേലൂയ. നിങ്ങള് ആ ഡിവൈസിൽ നിങ്ങളുടെ ഫോണിന്റെ പേരും ഇതെല്ലാം മാറ്റിയിട്ട് നിങ്ങളുടെ പേര് എന്ത് ചെയ്യണം? എഴുതി വെക്കണം കേട്ടോ. അടുത്ത പ്രാവശ്യം അറിയില്ലെങ്കിൽ നിങ്ങളുടെ മക്കളോടോ കൊച്ചുമക്കളോടോ ചോദിച്ച് നിങ്ങളുടെ പേര് എന്ത് ചെയ്യണം? എഴുതി വെക്കണം. സ്തോത്രം. അപ്പൊ ഞങ്ങളെ പോലുള്ളവർക്ക് നിങ്ങളെ കാണുവാ അത് ദേവകി അമ്മയാണ് എന്ന്, അല്ലെങ്കിൽ അത് വത്സല ആന്റി ആണ്, അല്ലെങ്കിൽ അത് ഫേബ ആന്റി ആണെന്ന് കണ്ടാൽ മനസ്സിലാകും. ഓക്കെ. അപ്പം നമ്മുടെ പ്രത്യാശ എന്താ? നമ്മുടെ പ്രത്യാശ എന്താ? കർത്താവിന്റെ വരവ് അല്ലെ? നിത്യത. ഇതാ നമ്മുടെ പ്രത്യാശ. പക്ഷെ അതിന് മുമ്പ് എന്താ ജെസി ആന്റി പറഞ്ഞ അതിന്റെ മുമ്പ് എന്താ? കഷ്ടത, സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ. അപ്പം പ്രത്യാശയ്ക്ക് മുമ്പ് എന്താ? സിദ്ധത. ആണോ? സിദ്ധത. അതിനു മുമ്പോ സഹിഷ്ണുത. അതിനു മുമ്പോ കഷ്ടത. അപ്പൊ കഷ്ടത കഴിഞ്ഞ് എന്താ? കഷ്ടത, സഹിഷ്ണുതയെ. സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ പറഞ്ഞേ, ആരെങ്കിലും പറഞ്ഞേ, സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ എന്താ? മ്യൂട്ട് മാറ്റിയിട്ട് പറഞ്ഞ ഒരാള്, സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ എന്താ? സഹിക്കാനുള്ള കഴിവ്. സഹിക്കാനുള്ള. പക്ഷെ ആദ്യം ഒരു അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ, സത്യം പറഞ്ഞാൽ ഒരാൾ എന്നെ ആദ്യമായിട്ട് തല്ലുകയാണെങ്കിൽ എനിക്കത് വേദനയായിരിക്കും അല്ലേ? ആണോ? അതെ. പക്ഷെ പല പ്രാവശ്യം തല്ലുവാണെങ്കിലോ? ആരോ പറഞ്ഞാലോ അതങ്ങ് ശീലമാകും. ആണോ? ഹലോ. അതെ. കേരളത്തിലെ പാസ്റ്റർമാര് തല്ല് മേടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അസ്വസ്ഥത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോരായ്മയോ അല്ലെങ്കിൽ ഒരു ഭാരമോ ഒക്കെ ആയിട്ട് തോന്നും. കാരണം എന്താ? കേരളത്തിൽ അങ്ങനെ ചില ഇടങ്ങളിലൊക്കെ അസ്വസ്ഥത ഉണ്ടെങ്കിൽ പോലും കേരളത്തിൽ അങ്ങനെ പാസ്റ്റർമാര് ഈ പീഡനത്തിലൂടെ കടന്നു. പക്ഷെ നോർത്ത് ഇന്ത്യയിലെ പാസ്റ്റർമാരോട് അടിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്നും വലിയ വിഷയമല്ല. കാരണം എന്താ? അത് അവർക്ക് ശീലമായി. ആ കഷ്ടത
അത് സഹിഷ്ണുതയിലേക്ക് മാറ്റപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഒരു ആന്റിയായിട്ട് സംസാരിച്ചപ്പം ആന്റിയുടെ ഭർത്താവ് വളരെ എന്താ പറയാ മോശമായിട്ട് ഇടപെടുന്ന ഒരു ഭർത്താവ്. പക്ഷെ ആന്റി ഇതുവരെയും പറഞ്ഞിട്ടില്ല തന്റെ ഭർത്താവ് ഇന്നവനാണ്, എനിക്ക് എന്റെ ഭർത്താവിനെ കുറിച്ച് ഇന്ന അസ്വസ്ഥതയുണ്ടെന്ന്. കാരണം ആന്റിയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമുണ്ട്, അത് ആന്റിക്ക് ശീലമായി. ആന്റി പറഞ്ഞ എന്നാണെന്നറിയാവോ, ഇത് കർത്താവ് അനുവദിച്ചതാണെന്നാ പറഞ്ഞത്. നേരത്തെ പൗലോസ് പറഞ്ഞ പോലെ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കുന്ന ഒരു ശൂലം എന്ന പോലെ ചില ആന്റിമാർക്ക് അച്ചായന്മാരെ ശൂലമാക്കി എന്തിരിക്കുക. സ്തോത്രം. ഹലോ, സ്തോത്രം. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കുകയല്ല, അല്ലേ? കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയല്ല. ദൂതൊക്കെ ആണോ എന്ന് ആർക്കറിയാം. സ്തോത്രം. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയല്ല, ബൈബിൾ വായിക്കുകയല്ല, സഭയിൽ ബൈബിൾ കൊണ്ടുപോവുകയല്ല, സഭയിൽ പ്രാർത്ഥിക്കുകയല്ല. സ്തോത്രം. എന്നും ആന്റിമാര് പ്രാർത്ഥിക്കുക, അമ്മച്ചിമാര് പ്രാർത്ഥിക്കുക, കർത്താവേ ഇവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം വന്നിരുന്നെങ്കിൽ. പിന്നെ സത്യം പറഞ്ഞാൽ അത് ശീലമായിട്ട് മാറി, അല്ലേ? ഹലോ. കഷ്ടത സഹിഷ്ണുതയെ, സഹിക്കാനുള്ള കഴിവ്. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, കഷ്ടത വേണ്ടാന്ന് നമ്മൾ പറയുന്നെങ്കിൽ സഹിക്കാനുള്ള കഴിവ് നമുക്ക് കിട്ടുവോ? കിട്ടുവോ? കഷ്ടത വേണ്ടെന്ന് പറഞ്ഞാൽ സഹിക്കാനുള്ള കഴിവുണ്ടാവോ? ഇല്ല. ഈ സഹിഷ്ണുതയുള്ളവരാണ് അടുത്ത തലത്തിലേക്ക് പോകുന്നത്. ഒരു പ്രൊമോഷൻ എന്താ? സിദ്ധത. സിദ്ധ എന്ന് പറഞ്ഞാൽ ആരാ? ഒന്ന് മ്യൂട്ട് മാറ്റിയിട്ട് ആർക്കെങ്കിലും ഒന്ന് പറയാൻ. രാജമാറ്റി പറഞ്ഞേ, സിദ്ധൻ എന്ന് പറഞ്ഞാൽ ആരാ? സിദ്ധൻ എന്ന് പറഞ്ഞാൽ ആരാ? സ്തോത്രം. അല്ലെ ഇപ്പം സനു പാസ്റ്റർ പറയും കേട്ടോ, സിദ്ധൻ എന്ന് പറഞ്ഞാൽ ആരാന്ന്. എന്റെ അനിയനും കൂടി കേറിയിട്ടുണ്ട്, സനു. സിദ്ധൻ എന്ന് പറഞ്ഞാൽ ആരാ? ദിവ്യശക്തിയുള്ള ആള്. ദിവ്യശക്തിയുള്ള ആള്. നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് ഈ കൂടുതലും. അവിടെ ഒരു സിദ്ധനുണ്ട്, അദ്ദേഹത്തിന്റെ അടുക്ക പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ എന്താ അത് ശരിയാവാൻ സാധ്യതയുണ്ട്, അല്ലെ? ഈ പച്ചമരുന്നൊക്കെ കൊടുക്കുന്നവരൊക്കെ ഇങ്ങനെ കൂടുതൽ പറയാറുണ്ട്, അവിടെ ഒരു സിദ്ധനുണ്ട്, അവിടെ ഇന്നൊരു വൈദ്യനുണ്ട്, അല്ലെ? എന്ന് പറഞ്ഞാൽ സിദ്ധൻ എന്ന് പറഞ്ഞാൽ ദിവ്യശക്തിയുള്ള ആള് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, തികഞ്ഞവൻ എന്നുള്ള ഒരു അർത്ഥം അവിടെ വരുന്നത്. എന്താ? തികഞ്ഞവൻ. സിദ്ധൻ എന്ന് പറഞ്ഞാൽ, കാരണം എന്നേക്കാൾ കഴിവുള്ള ആളായതുകൊണ്ടാണല്ലോ ഞാൻ അവരുടെ അടുക്കൽ പോകുന്നത്. അപ്പോൾ അവൻ സിദ്ധനാ, അവൻ തികഞ്ഞവൻ എന്നാ. അപ്പൊ ബൈബിളിന്റെ അർത്ഥത്തിൽ എന്താ വരിക എന്നറിയാവോ? ക്രിസ്തുവിൽ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? ക്രിസ്തുവിൽ തികഞ്ഞവനാകുക. ഹലോ, ക്രിസ്തുവിൽ തികഞ്ഞവനാ. നിങ്ങൾക്ക് ഈ വചനം മനസ്സിലാകുന്നുണ്ടോ? ക്രിസ്തുവിൽ തികഞ്ഞവനാകുക. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ തികഞ്ഞവനിൽ എത്തിയത് എവിടെ നിന്നാ? എവിടെ നിന്നാ അമ്മച്ചിയെ? എവിടെ നിന്നാ തികഞ്ഞവനിൽ എത്തിയത്? എവിടെ നിന്നാ? കഷ്ടതയിൽ നിന്ന്. ഹലോ, കഷ്ടത ശീലമായി സഹിഷ്ണുതയായിട്ട് മാറി, സഹിഷ്ണുത സിദ്ധതയായിട്ട് മാറി. എന്ന് പറഞ്ഞാൽ ഈ സഹിഷ്ണുത സഹിച്ച്, കഷ്ടം സഹിച്ച്, വേദന സഹിച്ച്, അസ്വസ്ഥത സഹിച്ച്, ഒറ്റപ്പെടലുകൾ സഹിച്ച്, മറ്റുള്ളവർ എന്നെ കുറിച്ച് പരദൂഷണം പറയുന്നത് സഹിച്ച് ആദ്യമൊക്കെ എന്നെ കുറിച്ച് പരദൂഷണം പറഞ്ഞാൽ എനിക്ക് അസ്വസ്ഥയാ. പക്ഷേ പിന്നീട് മനസ്സിലായി എന്നെ കുറിച്ച് ഇല്ലാത്തത് പറയണമെന്ന വചനം പറയുന്നത്. പ്രതിഫലം വേണമെങ്കിൽ നമുക്ക് പ്രതിഫലം വേണം താനും, ആരും എന്നെ കുറിച്ചൊന്നും പറയാനും പാടില്ല. ഹലോ, ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് പ്രതിഫലം വേണം. കർത്താവ് പറയുന്നത് എങ്ങനെയാണ്? ആമേൻ, സ്തോത്രം. കർത്താവ് ഇങ്ങനെ പറയുന്നു, സ്തോത്രം, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുക എന്നുണ്ട്, അല്ലെ? നിങ്ങളെ കൊണ്ട് സകല തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പക്ഷെ നമുക്കതൊരു നിരാശയാ, നമുക്കതൊരു ദുഃഖമാ. അതുകൊണ്ട് ആമേൻ, നമുക്ക് പ്രതിഫലം വേണം താനും, ആരും എന്നെ കുറിച്ച് ഒന്നും പറയാനും പാടില്ല. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞു, അവൻ വേശ്യയുടെ മകനാണ്. ഹലോ, അല്ലേ? പരശ്രീയുടെ മകനാന്ന് പറഞ്ഞില്ലേ നമ്മുടെ കർത്താവിനെ കുറിച്ച്? നമ്മുടെ പിതാക്കന്മാരെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു? പക്ഷെ അവരെന്താ ചെയ്തത്? പ്രതികരിക്കാൻ പോയോ? എനിക്ക് ഇന്ന പോലീസുകാരനുമായിട്ട് ബന്ധമുണ്ട്, ഇന്ന വക്കീലുമായിട്ട് ബന്ധമുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങ് പ്രതികരിക്കാൻ പോവാ. അന്ന് ചെയ്തോ അവര്? പക്ഷെ ദൈവം അവർക്കത് പ്രതിഫലമായിട്ട് എണ്ണി. വചനം എങ്ങനെ? ലോകം അവർക്ക് യോഗ്യമല്ല, ലോകം നമുക്ക് യോഗ്യമല്ല കേട്ടോ. ലോകം നമ്മെ അംഗീകരിക്കുന്നെങ്കിൽ ചിന്തിച്ചോണം, നീ ഭയപ്പെടണം. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഞാൻ സ്വീകാര്യനാണ്, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നീ ചിന്തിച്ചോണം, നിനക്ക് സിദ്ധനാകാൻ പറ്റില്ല, നിനക്ക് ആ പ്രത്യാശയിലെത്താൻ പറ്റില്ല. പ്രതിസന്ധി ഉള്ളവൻ ചിന്തിച്ചോണം, പ്രതികൂലമുള്ളവൻ ചിന്തിച്ചോണം. പ്രശ്നങ്ങളുടെ കാഠിന്യം ജീവിതത്തിൽ വരാൻ നേരത്ത് കുറ്റപ്പെടുത്തരുത്. കാര്യം എന്നാണെന്നറിയാവോ? നീ ദൈവത്തോട് ഏറ്റവും അടുത്താണ് ഈ യാത്ര ചെയ്യുന്നത്. സ്തോത്രം. കാരണം ഈ കഷ്ടത നിന്നെ സഹിഷ്ണുതയിലേക്കും, സഹിഷ്ണുത നിന്നെ സിദ്ധതയിലേക്കും. സിദ്ധൻ എന്ന് പറഞ്ഞാൽ ആരാണ്?
തികഞ്ഞവനാകുക. വചനത്തിന്റെ അർത്ഥത്തിൽ ക്രിസ്തുവിൽ തികഞ്ഞവനാകുക. അപ്പൊ ആർക്കാണ് പ്രത്യാശ? നേരത്തെ ഒരു ആന്റി ഇങ്ങനെ പറഞ്ഞു, പ്രത്യാശ എന്താ? കർത്താവിനോട് കൂടെ ഇരിക്കുന്നതാ, അല്ലെങ്കിൽ നിത്യതയാണ്. അപ്പോൾ ആരാണ് പ്രത്യാശ അനുഭവിക്കുന്നത്? നിത്യതയിൽ ആരാ പോകുന്നത്? സിദ്ധൻ, തികഞ്ഞവൻ. തികഞ്ഞവനാകുന്നത് എങ്ങനെയാ? സഹിഷ്ണുതയിലൂടെ. സഹിഷ്ണുത ഉണ്ടാകുന്നത് എങ്ങനെയാ? കഷ്ടതയിലൂടെ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇനി നിങ്ങൾ കഷ്ടത വേണ്ടാന്ന് പറയോ? കഷ്ടത വേണ്ടാന്ന് പറഞ്ഞാൽ ഉപവസിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാം, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് കഷ്ടത വേണ്ട, എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിദ്ധനും ആകുകയില്ല, നിങ്ങൾക്ക് നിത്യത ഇല്ലവേ ഇല്ല. കഷ്ടത വേണ്ടാന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, ചിലരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, എന്തിനാ അമ്മാമ്മ ഉപവസിക്കുന്നത്? അത് ഇന്ന വിഷയത്തില് ഭയങ്കര ഭാരമാണ്, അപ്പോൾ ആ ഭാരം മാറാൻ വേണ്ടി, അതങ്ങ് മാറാൻ വേണ്ടിയിട്ടാ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നമ്മുടെ ചിന്ത എങ്ങനെയായിരിക്കണം? മാറാനല്ല, അതിനെ ജയിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച്, ഒരു ഭക്തനെ സംബന്ധിച്ച് കഷ്ടത വേണ്ടെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ബൈബിൾ പ്രകാരം ഒരു അടിസ്ഥാനമില്ല. പക്ഷെ അതിനെ ജയിക്കാൻ പ്രാർത്ഥിക്കാം, അല്ലേ? അടി കിട്ടിയപ്പം അപ്പോസ്തലന്മാര് ഇരുന്നെന്ത് ചെയ്തു? പ്രാർത്ഥിച്ചോ? എന്താ പ്രാർത്ഥിച്ചത്? കർത്താവേ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ന് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നല്ലോ. ഇതാ അങ്ങയുടെ ദാസന്മാർക്കെതിരെ ഇവർ എന്ത് ചെയ്യുന്നു? എതിരായി നിൽക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവുടെ മേൽ വന്നു, അവർ ഇരുന്നിരുന്ന സ്ഥലം കുലുങ്ങി. ആമേൻ. അടുത്ത എന്താ വചനം പറയുന്നത്? അവർ ധൈര്യത്തോടെ ദൈവവചനം എന്ത് ചെയ്തു? അവർ പ്രാർത്ഥിച്ച്, കർത്താവ് ഇന്ന് മുതൽ ഞാൻ ഈ പരിപാടി നിർത്തുക. ഹലോ, ഇന്ന് മുതൽ ഞാൻ ഈ പരിപാടി നിർത്തുക, എന്നെ കൊണ്ട് പറ്റില്ല എന്നാണോ പ്രാർത്ഥിച്ചത്? അല്ല. കർത്താവേ, കൃപ തരണേ, കൃപ തരണേ, കൃപ തരണേ, കൃപ തരണേ, കൃപ തരണേ. ഇന്ന് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് പറയാം, നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചോ, കർത്താവേ എനിക്ക് കൃപ തരണേ, എനിക്ക് കൃപ തരണേ, എനിക്ക് കൃപ തരണേ, എനിക്ക് കൃപ തരണേ. സ്തോത്രം. ആമേൻ. എനിക്ക് കൃപ തരണേ കർത്താവേ, എനിക്കതിനെ ജയിക്കാൻ, എന്റെ ഭർത്താവിന്റെ സ്വഭാവത്തെ ജയിക്കാൻ, എന്റെ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് അസ്വസ്ഥതയുണ്ടാകുന്നു, പക്ഷെ അതിനെ ജയിക്കാനുള്ള കൃപ എനിക്ക് തരണേ കർത്താവേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? സ്തോത്രം. കഷ്ടത വേണ്ടാന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് നിത്യത വേണ്ടാന്ന് നമ്മൾ അറിയാതെ പ്രാർത്ഥിച്ചു പോവുക, അല്ലേ? ഹലോ, കഷ്ടത വേണ്ടാന്നാണ് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നതെങ്കിൽ സൈലന്റ് ആയിട്ട് നമ്മൾ മറ്റൊരു പ്രാർത്ഥന കൂടി ചേർക്കുന്നുണ്ട്. ആ പ്രാർത്ഥന ഏതാ? എനിക്ക് നിത്യത വേണ്ട. കാരണം കഷ്ടത സഹിഷ്ണുതയിലേക്കും, സഹിഷ്ണുത സിദ്ധതയിലേക്കും, സിദ്ധത പ്രത്യാശയിലേക്കും. ഇപ്പൊ സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നമ്മുടെ പിതാക്കന്മാരിലേക്ക് നമ്മൾ പോകണം. അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അല്ലെ? നമ്മുടെ പിതാക്കന്മാരിലേക്ക് പോകണം. ആമേൻ. നമ്മുടെ പ്രത്യാശ നിത്യതയാണെങ്കിൽ, അത് തുടങ്ങുന്നത് കഷ്ടമാണെങ്കിൽ, ആ കഷ്ടതയെ നമ്മൾ വെൽക്കം ചെയ്യാൻ തയ്യാറാകണമെന്നാണ് ഞാൻ പറയുന്നത്. സ്തോത്രം, സ്തോത്രം. ഇനി കഷ്ടമില്ലെന്ന് ആരെങ്കിലും നിങ്ങളുടെ വേദിയിൽ വന്ന് പ്രസംഗിച്ചാൽ, പോ പിശാചി, അദ്ദേഹത്തിന്റെ കേക്കെ പറയരുത്. സ്തോത്രം. അദ്ദേഹത്തിന്റെ കേക്കെ പറയരുത്. നമ്മളോട് തന്നെ, നമ്മളിൽ അത് വാഴാൻ അനുവദിക്കരുത്. കഷ്ടതയുണ്ട് പ്രിയരെ, വേദനയുണ്ട്, ഒറ്റപ്പെടലുണ്ട്. അതുകൊണ്ടാണ് വചനത്തിൽ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ തെറ്റ് ചെയ്തിട്ട് അടി കൊണ്ടാൽ എന്ത് യശസ്സുള്ളൂ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെടണം. ഈ ശുശ്രൂഷകന്മാരൊക്കെ എനിക്ക് ഒത്തിരി സ്നേഹിതരുണ്ട്. അവരൊക്കെ അവരനുഭവിക്കുന്ന ഓരോ കഷ്ടതകൾ പറയാൻ നേരത്ത് അവരിങ്ങനെ പറയും, പാസ്റ്ററെ, ഞാൻ ആത്മഹത്യ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. കാരണം എന്റെ ശുശ്രൂഷ മണ്ഡലത്തിൽ എനിക്ക് ഉയരാൻ കഴിയാതെ, എന്റെ ശുശ്രൂഷയ്ക്ക് എതിരായിട്ട് നിൽക്കുന്ന പ്രതിസന്ധികളും എന്നെ കുറിച്ച് പറയുന്ന വാക്കുകളും, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ് എന്നെ വല്ലാതെ ആക്കുന്നു പാസ്റ്ററെ. അതുകൊണ്ട് മനസ്സും മടുത്തുപോയി. ആമേ. ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് നിത്യതയുണ്ടെങ്കിൽ നിനക്ക് ഏറ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സ്തേഫാനോസേ, നീ കല്ലേറ് കൊള്ളുന്നെങ്കിൽ നീ നല്ലത് പ്രസംഗിച്ചോണ്ടാ. ദൂത് ഞാൻ പറയാം. നീ കല്ലേറ് കൊള്ളുന്നെങ്കിൽ, ആമേൻ, മനുഷ്യരുടെ വാക്കുകൾ നിനക്കെതിരാകുന്നുണ്ടെങ്കിൽ, നിന്നെ മുറിപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നീ അവർക്കെതിരെ പറഞ്ഞു കളയരുത്. കാരണം അവർ നിനക്ക് നേരെ എറിയുന്ന ഓരോ കല്ലുകളും കയറി നിൽക്കാനുള്ള പടിയാന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നത്, ഇതിൽ സംബന്ധിക്കുന്ന ചില വ്യക്തിത്വങ്ങള് മാനുഷിക വാക്കുകൾ കൊണ്ട് മുറിപ്പെട്ട ചിലരിനകത്തുണ്ട്. ആരായിരുന്നാലും, നിങ്ങൾ ആരായിരുന്നാലും നിങ്ങൾ ഇതിന്റെ സ്തോത്രം, അതേ അഡ്മിൻ ആയിരിക്കുന്ന പ്രിയ ജസ്സേച്ചിയോട് പറഞ്ഞ് പ്രാർത്ഥിക്കണം കേട്ടോ. സ്തോത്രം. മാനുഷിക വാക്കുകൾ കൊണ്ട് മുറിപ്പെട്ടവർ, സ്തോത്രം, മാനുഷിക വാക്കുകൾ കൊണ്ട് മുറിപ്പെടുക മാത്രമല്ല, മനസ്സിനകത്ത് മായാതെ
എത്ര പേർ വിശ്വസിക്കുന്നു? നിനക്ക് കയറി നിൽക്കാൻ ഇട്ടു തന്ന കല്ല. അതുകൊണ്ട് നീ കുറ്റം ചെയ്തിട്ടല്ല നീ ശിക്ഷ അനുഭവിക്കേണ്ടത്, നീ കുറ്റം ചെയ്യാതെ നീ ശിക്ഷ അനുഭവിക്കണം. അത് നിനക്ക് വളരാനുള്ള ഒരു വളരാനുള്ള കയറി നിൽക്കാനുള്ള ഒരു മേഖലയാണെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയും. എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ പറ്റുന്നു എന്ന് എനിക്കറിയില്ല. ആമേൻ. ഒരു തേജസ്കരണത്തിന് മുൻപ് പ്രിയരെ ഒരു ഉയർപ്പുണ്ട് കേട്ടോ. ഉയർപ്പിന് മുമ്പ് ഒരു ക്രൂശീകരണം ഉണ്ട്. ക്രൂശീകരണത്തിന് മുൻപ് ആമേൻ ഒരു കാര്യം, കഷ്ടതയുടെ അറ്റം കണ്ട നമ്മുടെ കർത്താവ്. ക്രൂശീകരണമില്ലാതെ ഉയർപ്പില്ല, ഉയർപ്പില്ലാതെ തേജസ്കരണം. നിനക്കൊരു തേജസ്കരണം ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ തേജസ്കരണത്തിന് മുമ്പിൽ ഉയർപ്പും, ഉയർപ്പിന് മുമ്പിലെ ക്രൂശീകരണം, ക്രൂശീകരണത്തിന്റെ മുൻപിലെ കഷ്ടതയുടെ അറ്റവും നീ കാണണം എന്നുള്ളതാ. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നു. സ്തോത്രം. സത്യം പറഞ്ഞാല് ഈ ഒരു വിഷയം കുറെ ഉണ്ട്, എങ്കിലും ഞാൻ ചില വാക്കോടെ ഒരു 10 മിനിറ്റോടെ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. 11 മണി വരെയല്ലേ സമയം. ഞാൻ 5 മിനിറ്റ് മുമ്പേ ഞാൻ നിർത്തും കേട്ടോ. ഓക്കെ. 3 നിലകളിലുള്ള കഷ്ടതകളാണ് ഉള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി പിന്നീട് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുവാണെങ്കിൽ ഇതിന്റെ ബാക്കി ഞാൻ പ്രസംഗിക്കാം കേട്ടോ. ഇതിൽ ഒത്തിരി ആലോചനകളും ദൂതുകളും ഉണ്ട്. ഈ കാലഘട്ടത്തിൽ കഷ്ടപ്പെടുന്ന ജനത്തിന് വേണ്ടി ഒത്തിരി ദൂതുകളും ആലോചനകളും ഉണ്ട്. പിന്നീട് ഒരു അവസരത്തിലാകാം. 3 നിലകളിലുള്ള കഷ്ടത. ഒന്ന്, ഏതൊക്കെ കഷ്ടതയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്? ഒന്ന്, ദൈവം നേരിട്ട് അനുവദിക്കുന്ന കഷ്ടത. ദൈവം നേരിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടത ഏതാണെന്ന് നിങ്ങൾ ഇതിലൂടെ കണ്ടെത്തിക്കോണം കേട്ടോ. ദൈവം നേരിട്ട് അനുവദിക്കുന്ന കഷ്ടത. വചനം ഇങ്ങനെ പറയുന്നു, യാക്കോബ് 1:12 പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം എന്ത് ചെയ്യും? അപ്പൊ ഈ കഷ്ടത എന്തിനാ? കർത്താവ് അനുവദിച്ചതാ അല്ലെ? പരീക്ഷ ദൈവം അനുവദിച്ചതാ. അപ്പോ നമ്മുടെ കർത്താവ് ആമേൻ സ്തോത്രം അനുഭവിച്ചു. കർത്താവ് അത് പറഞ്ഞു, അപ്പോസ്തലന്മാരോട് പറഞ്ഞു. ഇവിടെ യാക്കോബ് 1:12 പറയുകയാണ്, അവൻ കൊള്ളാവുന്നവനാകാൻ വേണ്ടിയിട്ടാ അവന്റെ ജീവിതത്തിലെ പരീക്ഷ. കഷ്ടത എന്തിനു വേണ്ടിയാ? അമ്മച്ചിമാരെ പറഞ്ഞേ, കഷ്ടത എന്തിനു വേണ്ടിയാ? കൊള്ളാവുന്നവനാകാൻ, മാറ്റുകൂട്ടാൻ, പ്രൊമോഷൻ നൽകാൻ. ഞാൻ ചോദിക്കാം, അപ്പൊ ഈ പരീക്ഷ പേപ്പർ കണ്ട് നമ്മൾ ഭയപ്പെടണോ? ഹലോ, പരീക്ഷ പേപ്പർ കണ്ട് ഭയപ്പെടണോ? ഇതിൽ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത്, കൊള്ളാവുന്നവനാകാൻ, മാറ്റുകൂട്ടാൻ, പ്രൊമോഷൻ നൽകാൻ ഒരു ചോദ്യപേപ്പർ കർത്താവ് നമുക്ക് തന്നിരിക്കുക. ഈ ചോദ്യപേപ്പർ അബ്രഹാമിന്റെ കൈ കിട്ടിയപ്പോ സാറയോട് പോലും പറയാതെ പരീക്ഷ എഴുതാൻ പോയി. ഹലോ, ഒരു ദിവസം ദൈവാത്മാ എന്നോട് സംസാരിക്കുക. ഈ പരീക്ഷ പേപ്പർ ആർക്ക് കിട്ടി? ദൈവം അനുവദിക്കുന്ന പരീക്ഷ ആർക്ക് കിട്ടി? അബ്രഹാമിന്. സാറയോട് പറഞ്ഞോ പരീക്ഷ എഴുതാൻ പോകാൻ നേരത്ത്? നിന്റെ പരീക്ഷയെ കുറിച്ച് നീ ആരോടും പറയണ്ട കേട്ടോ. അമ്മച്ചിയെ, ആന്റിയെ, അച്ചായന്മാരെ, കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ എഴുതുന്ന പരീക്ഷ നിങ്ങൾ ഒറ്റയ്ക്ക് എഴുതണം. നിങ്ങൾ ഒറ്റയ്ക്ക് എഴുതിയാൽ നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റും. മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ടാണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നതെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് ഉണ്ടാകും, പക്ഷേ നിങ്ങളുടെ അനുഭവത്തിൽ വരുമ്പോൾ നിങ്ങൾ തോറ്റുപോകും. മനസ്സിലായോ? പരീക്ഷ ഒറ്റയ്ക്ക് എഴുതണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഈ ചിത്രശലഭങ്ങൾ ആകുന്നതിന് മുമ്പ് ഈ പുഴുക്കൾ ഒരു സ്ഥലത്ത് ചെന്ന് ഇരിക്കും അല്ലെ? ഈ പുഴു അവിടെ നാളുകൾ ഇരുന്നിട്ട് എന്ത് ചെയ്യും? ആ പുഴുവിന്റെ രോമം കൊണ്ട് തന്നെ എന്ത് ചെയ്യും? അത് പൊതിയപ്പെടും. പ്യൂപ്പ അല്ലെ? അങ്ങനെയല്ലേ പറയുന്നത്? അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങൾ അത് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചാൽ, നിങ്ങൾക്ക് ചില ദിവസങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതിൽ നിന്ന് അത് പുറത്തു വരാനായിട്ട് ശ്രമിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. പുറത്തു വരാൻ ശ്രമിക്കുന്ന ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ, ആ പ്യൂപ്പയിൽ നിന്ന് ആ പുഴു ചിത്രശലഭമായി ചിറക് വെച്ച് വർണ്ണ ചിറകുള്ള ചിത്രശലഭമായി പുറത്തു വരാൻ നേരത്ത് ഇതിരുന്ന് കാലും കയ്യൊക്കെ ഇട്ട് അടിക്കുന്ന കണ്ടിട്ട്, അല്ലെങ്കിൽ ചിറകിട്ട് അടിക്കുന്ന കണ്ടിട്ട് ഞാൻ പോയിട്ട് എന്ത് ചെയ്യാന്നറിയാവോ? അതിനൊന്ന് രക്ഷപ്പെടുത്തി വിടാന്ന് വിചാരിച്ചാൽ അതിനെ അങ്ങ് രക്ഷപ്പെടുത്തി വിടാതിരിക്കട്ടെ. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ? ഈ ചിത്രശലഭത്തിന്റെ കാലോ കയ്യോ ചിറകോ ഒടിയാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് അതിൽ നിന്ന് തനിയെ പുറത്തു വരിക എന്നുള്ളതാണ് അതിന്റെ രീതി. ഞാൻ പറയുന്ന അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതിനർത്ഥം, നിങ്ങൾക്ക് ദൈവം തരുന്ന പരീക്ഷ അത് നിങ്ങൾ തന്നെ എഴുതണം എന്ന് പറഞ്ഞാൽ, സൂസമ്മേ, കൊച്ചമ്മേ എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ വിളിച്ചു വരുത്തി കുറെ പ്രാർത്ഥന വിഷയമാണെന്നും പറഞ്ഞ് അങ്ങ് കൊടുക്കരുത്. നിനക്ക് ദൈവം എഴുതാൻ തന്ന പരീക്ഷ
നീ ഒറ്റയ്ക്ക് എഴുതിക്കോണം. അബ്രഹാം ചോദ്യപേപ്പർ കണ്ടു, സാറയോട് ചോദിച്ചില്ല, പരീക്ഷ എഴുതാൻ വേണ്ടി എങ്ങോട്ട് പോയി? മോറിയാ ദേശത്തേക്ക് പോയി. പരീക്ഷ എഴുതി വിജയിച്ചോ? വിജയിച്ചോ? വിജയിച്ചു. ദൈവശബ്ദം കേട്ടു, അബ്രഹാമേ, നീ നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായോട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ സന്തതിയെ അനുഗ്രഹിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരാം, അബ്രഹാം പരീക്ഷ വിജയിച്ചോ? വിജയിച്ചു. ദാനിയേൽ ചോദ്യപേപ്പർ കണ്ടു, ചോദ്യപേപ്പറിന്റെ അകത്ത് എഴുതിയിരിക്കുന്നത് സിംഹക്കുഴിയിലേക്ക് പോവാന്നാ. എന്നാ പിന്നെ ഞാൻ പ്രാർത്ഥന നിർത്താന്ന് പറഞ്ഞോ? ഇല്ല. ആ പരീക്ഷ എന്ത് ചെയ്തു? വിജയിച്ചു. ആണോ? ദാരിയവേശ് രാവിലെ വന്നിട്ട് രാജാവ് ചോദിക്കുക, ആമേൻ, ഈ സിംഹക്കുഴിയിൽ നിന്ന് വിടുവിക്കാൻ നിന്റെ ദൈവത്തിന് കഴിഞ്ഞുവോ? ദാനിയേൽ പറയുകയാണ്, ഞാൻ തിരുമുമ്പിലും ദൈവത്തിന്റെ മുമ്പിലും കുറ്റമില്ലാത്തവനാകുന്നു. അവൻ തന്റെ ദൂതനെ അയച്ച് സിംഹത്തിന്റെ വായ എന്ത് ചെയ്തു? സ്തോത്രം. നിനക്ക് പരീക്ഷ എഴുതാൻ സിംഹത്തിന്റെ വായ അടയ്ക്കാൻ ദൈവത്തിന് കഴിയുമെന്നേ. നീ സിംഹക്കുഴിയിലേക്ക് വീഴുന്നതിന് മുൻപേ സിംഹത്തിന്റെ വായ അടഞ്ഞു കഴിഞ്ഞു. സ്തോത്രം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോസ്തല പ്രവൃത്തി 9:15 പൗലോസ് ചോദ്യപേപ്പർ കണ്ടിട്ട് വിഷമിച്ചില്ല. നീ അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടവനാകുന്നു. അനേക കഷ്ടങ്ങളും ബന്ധനങ്ങളും അവന് ഉണ്ട്. സ്തോത്രം. ദാവീദ് കാട്ടിൽ പരീക്ഷ എഴുതി പരാജയപ്പെട്ടോ? ഇല്ല. ശദ്രക്ക് തീയിൽ പരാജയപ്പെട്ടോ? ഇല്ല. പൗലോസ് കാരാഗ്രഹത്തിൽ പരീക്ഷ എഴുതി പരാജയപ്പെട്ടോ? യേശു മരുഭൂമിയിൽ പരാജയപ്പെട്ടോ പരീക്ഷ എഴുതി? യോന എവിടെ വെച്ചാ പരീക്ഷ എഴുതുന്നറിയാവോ? ഒരാള് മ്യൂട്ട് മാറ്റിയിട്ട് പറഞ്ഞു, യോന എവിടെ വെച്ചാ പരീക്ഷ എഴുതിയെ? മത്സ്യത്തിന്റെ വായിൽ വെച്ച്. ആ, മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് എന്ത് ചെയ്തു? പരീക്ഷ എഴുതി. ജയിച്ചോ? ജയിച്ചോ? ജയിച്ചത് കൊണ്ടാണ് അവനെ പുറത്ത് കൊണ്ട് എന്ത് ചെയ്തത്? ഛർദിച്ചത്. അവൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ചെയ്തത് തെറ്റാ. അതിന്റെ ചുരുക്കം ഞാൻ പറയാം. ഞാൻ നിലവിലാണ് എന്ത് ചെയ്യേണ്ടത്? പ്രസംഗിക്കേണ്ടത്. ഞാൻ അങ്ങയെ വിട്ട് ഓടി, തർശീശിലേക്ക് ഓടി. എന്റെ ജീവിതത്തിൽ വന്ന തെറ്റാ, എന്നോട് ക്ഷമിക്കണേ. പരീക്ഷ എഴുതി ജയിച്ചപ്പം ദൈവം കൽപ്പിച്ചെടുത്ത് യോനായെ കൊണ്ട് ഛർദിച്ചിട്ടിച്ചു മീൻ പോയി. അപ്പം എന്നെ കേൾക്കുന്ന നിങ്ങൾ എവിടെ വെച്ചാണ് പരീക്ഷ നിങ്ങൾ എഴുതുന്നത് എന്ന് അറിയില്ല. പക്ഷെ നിങ്ങൾ ജയിക്കണം. ഞാൻ നിർത്താൻ പോവാ. ഇനി ഞാൻ അടുത്ത വിഷയം തുടങ്ങിയാല് തീരുകയല്ല. സ്തോത്രം. ഞാൻ നിർത്താൻ പോവാ. അപ്പോ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കത്രേ ഉള്ളൂ, നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷ എഴുതാൻ, ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ പരീക്ഷ എഴുതുന്നവരാ. പരീക്ഷ പേപ്പർ തരുന്നത് നിങ്ങളുടെ ഭർത്താക്കന്മാരായിരിക്കാം. ഹലോ, പരീക്ഷ പേപ്പർ തരുന്നത് നിങ്ങളുടെ ഭർത്താക്കന്മാരാ. നിങ്ങളുടെ വീട്ടിനകത്ത് നിന്റെ മക്കള് നിനക്ക് പരീക്ഷ പേപ്പർ തരുന്നുണ്ടോ? മക്കള് നിങ്ങൾ ചോദിച്ചില്ലേ, കർത്താവ്, ഇവൻ എന്നാ ഒന്ന് നന്നാവുന്നേ, എന്നാ ഒന്ന് ഗുണപ്പെടുന്നേ, ഇവൻ എന്നാ ഒന്ന് ആരാധിക്കുന്നേ, ഇവൻ ഒന്ന് ആത്മാവിൽ ആരാധിക്കുന്ന കണ്ടിട്ട് എന്നെ കണ്ണടയ്ക്കാൻ പറ്റുമോ? സ്തോത്രം. മക്കള് പരീക്ഷാ പേപ്പർ തരും. അയൽവക്കക്കാര് പരീക്ഷാ പേപ്പർ തരും. ചിലപ്പോ സഭയ്ക്കകത്തെ ഹന്നയ്ക്ക് പെനീന പോലെ നമുക്ക് ഏറ്റവും അടുത്ത് നിന്നവര് നമുക്ക് എന്ത് ചെയ്യും? പരീക്ഷാ പേപ്പർ തരും. ജയിക്കാൻ തയ്യാറാണോ? നമ്മുടെ കണ്ണുകൾ ഒന്ന് അടച്ചേ, ഒന്ന് എല്ലാവരും ഒന്ന് കണ്ണുകളെ അടച്ച് ഒന്ന് ദൈവത്തോട് പറ, കർത്താവേ, ഇന്ന് കേട്ട വചനത്തിന് മുൻപാകെ സമർപ്പിക്കുക. ഇന്ന് കേട്ട വചനത്തിന് മുൻപാകെ സമർപ്പിക്കുക. കർത്താവേ,